നേരത്തെ നടന്ന ഡിസ്കഷന്റെ ഒരു തുടർച്ചയാണ്. നമ്മുടെ ഈ പാനലിലുള്ള ആളുകളെ നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ പലർക്കും അങ്ങനെ അറിയുന്നവർ തന്നെയാണ്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്നത് നമ്മുടെ ജൗഹർ കാവന്നൂർ. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എഞ്ചിനീയറിംഗ് ആണ്. വർഷങ്ങളായി SKSFിൻ്റെ ക്യാമ്പസിലെങ്കിലും അതുപോലെ തന്നെ റൈറ്റ് സൊല്യൂഷൻ്റെ ഭാഗമായും ഒക്കെ ഈ മേഖലയിൽ വർഷങ്ങളായി പരിചയമുള്ള ഇപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ നിരന്തരം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് നല്ലൊരു റിസോഴ്സ് പേഴ്സൺ കൂടിയാണ്. അതുപോലെ തന്നെ അജ്നസ് വാഫി വൈത്തിരി, അദ്ദേഹവും ഈ വിഷയത്തിൽ നിരന്തരമായി ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് CIC-യുടെ പാങ് ക്യാമ്പസിൽ വർക്ക് ചെയ്യുന്ന ഉസ്താദ് കൂടിയാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഡോക്ടർ മോയിൻ ഹുദവി മലയമ്മ കേരളത്തിന് പരിചിതനായ റിസർച്ച് സ്കോളറാണ്. നിരവധി പുസ്തകങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള, റിസർച്ച് പേപ്പറുകൾ നൽകിയിട്ടുള്ള ഉസ്താദാണ്. വർഷങ്ങളായി നമ്മുടെ ഈ മനീഷയുടെയും SKSFിൻ്റെയും ഒക്കെ ഇത്തരം വേദികളിൽ സ്ഥിരം സാന്നിധ്യമാണ്. പിന്നെ നമ്മുടെ റഷീദ് ഹുദവി ഏലംകുളം ദാറുൽഹുദയിലെ കമ്പാരിറ്റീവ് റിലിജിയൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. ക്ലബ് ഹൗസ് കാലത്ത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും കേട്ട് പരിചയിച്ച ശബ്ദത്തിന്റെ ഉടമയാണ്. മലേഷ്യൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിസർച്ച് പഠനം നിർവഹിച്ച് ഇപ്പോൾ ദാറുൽഹുദയിൽ സേവനം ചെയ്യുകയാണ്. എൻ്റെ പേര് അബ്ദുള്ള മുജ്തബ ഫൈലി. ഞാൻ അൽ-അസ്ഹർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതാണ് ഒരു ചുരുക്കം. നിങ്ങൾക്ക് വിഷയത്തിലേക്ക് വരാം. നേരത്തെ ഇല്ലാത്ത 2 പ്രതിനിധികൾ, വിശിഷ്ടാതിഥികൾ നമുക്ക് എത്തിയിട്ടുണ്ട്. മോയിൻ ഉസ്താദും റഷീദ് ഉസ്താദും എത്തിയിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോഴേ 1-2 ആളുകൾ പറഞ്ഞു, നമ്മളിങ്ങനെ വല്ലാതെ ഉൾവലിയേണ്ട ആവശ്യമില്ലല്ലോ, കുറച്ചൊക്കെ നമുക്ക് പറഞ്ഞൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അതിൽ പറയാനുള്ളത്, എല്ലാവരോടും ഉൾവലിയണം എന്നല്ല നമ്മൾ പറയേണ്ടത്. എല്ലാവരോടും അങ്ങനെ ആകേണ്ടത്. അപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിലെ കൊറോണ വന്നപ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ സ്വീകരിച്ച ഒരു രീതിയുണ്ട്. അതായത് ഇവിടുത്തെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഇവിടുത്തെ ഭരണകൂടം, ഡോക്ടർമാരൊക്കെ, ആശുപത്രികളൊക്കെ വിപുലമായ സജ്ജീകരണങ്ങളോട് കൂടി ചികിത്സിക്കാൻ സന്നദ്ധമാവുക. അതിനുവേണ്ട പ്രത്യേക ഐസൊലേഷൻ വാർഡുകളൊക്കെ തയ്യാറാക്കി വാക്സിനേഷന് വേണ്ടിയുള്ള പണിയൊക്കെ എടുക്കുക. നമ്മളൊക്കെ ചെയ്യേണ്ട എല്ലാവരും കൂടി ചികിത്സിക്കാൻ ഇറങ്ങിയാൽ സംഗതി മാറൂലല്ലോ. നമ്മളോട് പറഞ്ഞു, നിങ്ങൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, ഇതിന്റെ പ്രതിരോധ ശേഷിക്ക് ആവശ്യമായ മരുന്നുകൾ കഴിക്കുക, ഭക്ഷണം കഴിക്കുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പ്രതിരോധ ശക്തി ആർജിച്ചെടുക്കലാണ്. പ്രതിരോധം ശക്തി ആർജിച്ചെടുക്കുക എന്ന ഒരു പണിയാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ പാലിച്ച് നമ്മൾ ചെയ്യേണ്ടത്. മറ്റത് ചികിത്സിക്കുന്ന ആളുകൾ, ഡോക്ടേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ള ആളുകൾ അതിനു വേണ്ട ചികിത്സകളും ഒക്കെ നടത്തും. അതുപോലെ തന്നെയാണ് ഒരു രോഗം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന വിധത്തിൽ തന്നെയാണ് മതനിരാസം എന്നൊരു രോഗം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മൾ അതിന് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്ന, ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹത്തിന് കൊടുക്കുന്ന, സമുദായത്തിന് കൊടുക്കുന്ന നിർദ്ദേശം, നിങ്ങൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക എന്നുള്ളതാണ്. പിന്നെ വേണ്ടത് പ്രതിരോധ ശക്തി ആർജിക്കലാണ്. ആ പ്രതിരോധ ശേഷിക്കുള്ള വിഭവങ്ങളാണ് ഇവിടെ നൽകപ്പെടുന്നത്. പിന്നെ ആവശ്യമുണ്ടായിരുന്ന വാക്സിനേഷൻ ആയിരുന്നു. ഇപ്പൊ 2 ഡോസ് വാക്സിനാണ് ഇപ്പൊ ഇന്ന് നമ്മളിവിടെ അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതും റഷ്യയിൽ നിന്നുള്ള സ്പുട്നിക്കോ ഫൈസറോ മൊഡേണയോ ഒന്നുമല്ല, നമ്മൾ തന്നെ നമ്മുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുത്ത നല്ല 1-ാം തരം ഉഗ്രൻ കോവിഷീൽഡാണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കോവിഷീൽഡ് നമ്മളിതിന്റെ ആളുകൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള പണിയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. എന്നാൽ നമ്മളെ ഉസ്താദുമാരായ ആളുകൾ അവരിതിന് ഐസൊലേഷൻ വാർഡ്, ക്ലബ് ഹൗസിൽ നല്ല ഐസൊലേഷൻ ഒരുക്കിയിരുന്നു. ഇനി അതിന് നമ്മൾ പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങി, പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ തുടങ്ങി ഇതിനെ വിപുലമാക്കാൻ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ സ്ട്രാറ്റജി പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ പിൻവലിയണം എന്നല്ല, പക്ഷെ പിൻവലിയേണ്ടവർ പിൻവലിഞ്ഞ മതിയാവൂ. ഇല്ലെങ്കിൽ ഈ ലോക്ക്ഡൌൺ സമയത്ത് പുറത്തിറങ്ങുന്ന ആളുകളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ചിലപ്പൊന്നും വടിപ്രയോഗം നടത്തിയിട്ടെങ്കിലും നിങ്ങൾ മിണ്ടാതിരിക്കണം എന്ന് പറയേണ്ട ആളുകൾ വരെ ഉണ്ടാവും. അപ്പോ നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കുന്ന നിർദ്ദേശം ഒന്ന് വേറെയാണ്, ഇതുപോലെയുള്ള അക്കാദമിക് റിസോഴ്സ് പേഴ്സൺസിനിടയിൽ കൊടുക്കുന്ന സന്ദേശം മറ്റൊന്ന് വേറെയാണ്. അത് തിരിച്ചറിയാൻ സ്വാഭാവികമായിട്ട് നമ്മുടെ സംഘത്തിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ സെഷന്റെ ആമുഖത്തിൽ നമ്മുടെ ഈ 2 വാക്സിനേഷൻ
ഈ ഡോസുകളെ പറ്റി പരിചയപ്പെടുത്തിയിട്ടില്ല. മാസങ്ങൾ, ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന വളരെ കഠിനമായ റിസർച്ചിന്റെ ഒരു എഫക്റ്റാണ്, പ്രതിഫലനമാണ് കേരളത്തിൽ ആദ്യമായി നവനാസ്തികതക്കെതിരെയും ആധുനികതാവാദങ്ങൾക്കെതിരെയുമുള്ള സമഗ്രമായ ഒരു ലളിതമായ ഭാഷയിലുള്ള 2 പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് ഇത്തരം പുസ്തകങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഒരു ഖസാക്കിന്റെ ഇതിഹാസം വായിക്കുന്ന ലാഘവത്തോടു കൂടി വായിച്ചു തീർക്കേണ്ടതാവില്ല. മറിച്ച് അതിന്റെ ഓരോ വരികൾക്കിടയിലൂടെ നമ്മൾ അന്വേഷണം നടത്തി അതിൽ ഏതെങ്കിലും ടേമുകളെ കുറിച്ച് നമുക്ക് അവ്യക്തതയുണ്ടെങ്കിൽ കൂടുതൽ അതിനെപ്പറ്റി റിസർച്ച് നടത്തി നമ്മൾ അതിനെ നമ്മുടെ ഒരു പാഠപുസ്തകം പോലെ കൈകാര്യം ചെയ്യേണ്ട പുസ്തകങ്ങളാണ് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ആ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഈ 2 പുസ്തകങ്ങളെയും പരിശോധന നടത്തിയിട്ടുള്ള റഷീദ് ഉദവി ഉസ്താദ് അതിനെ ആദ്യഘട്ടത്തിൽ ഈ 2 പുസ്തകങ്ങളെയും പരിചയപ്പെടുത്തുകയാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു ചില ഏരിയകളിലേക്ക് നമ്മുടെ ഡിസ്കഷൻ കൊണ്ടുപോകേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വളരെ വലിയൊരു അവസരമാണ് നമുക്ക് ഒത്തുചേർന്നിട്ടുള്ളത്. ഈ 2 പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന മുമ്പ് തന്നെ വായിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണിത്. ഈ 2 പുസ്തകവും ഒരു മലയാളി സംഘടനാപരമായ ബന്ധുത്വമോ അല്ലെങ്കിൽ അറബി കോളേജ് പഠനമോ ഒന്നും ഇല്ലാതെ പുറത്തു നിന്നുള്ള ആളുകളുടെ പൾസ് അത്തരം ക്യാമ്പസുകളിൽ പോയിട്ട് മനസ്സിലാക്കി ഇപ്പൊ നമ്മുടെ ഉള്ളിലൊരു ഇസ്ലാമികമായ രൂപം ഉണ്ടാവും. ഇപ്പൊ നമ്മള് കോളേജിന്റെയും ദർസിന്റെയും ഒക്കെ തർബിയത്തിലൂടെയൊക്കെ നമുക്ക് കിട്ടിയ കുറച്ച് ആചാരങ്ങളും കുറച്ച് അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് ഇസ്ലാം നമ്മുടെ മനസ്സിൽ അടയാളപ്പെട്ട് കിടക്കുന്നുണ്ടാവും. എന്നിട്ട് അതിനെ വിമർശിക്കപ്പെടുമ്പോൾ നമ്മൾ ശക്തമായിട്ട് അതിനോട് പ്രതികരിക്കും. അങ്ങനെയാണ് കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ടാവുക. പക്ഷെ ഫാരിസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കമ്മ്യൂണിറ്റിയുടെ പുറത്തു നിന്ന് നിൽക്കുകയും അതേസമയം വെസ്റ്റിലും ഒക്കെയുള്ള വെല്ലുവിളികളെ സജീവമായി നേരിട്ട പണ്ഡിതന്മാരെ ആഴത്തിൽ വായിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവും ഇത് പ്രൊമോഷന് വേണ്ടി പറയണം, ഞാൻ പടച്ചോനെ മുൻനിർത്തി പറയണം, ഞാൻ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയല്ല. ഇത് അത്രയും ഇംപ്രസീവായിട്ട് ഉള്ളൊരു വർക്ക് ആയതുകൊണ്ട്, 2 വർക്കുകൾ ആയതുകൊണ്ട് പറയണം. അപ്പൊ നിങ്ങളിത് വായിക്കുമ്പോൾ പായസം കുടിക്കുന്ന ലാഘവത്തിൽ വായിക്കരുത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വായിച്ചു പോവാം. പക്ഷെ സംശയമുള്ള വാക്കുകൾ ഗൂഗിൾ ചെയ്തിട്ടും, ഇപ്പൊ ലാപ്ടോപ്പ് ഉള്ളവരും സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരും ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ ഒരു സംശയമുള്ള ഒരു വാക്ക് വരും, അത് ഗൂഗിൾ ചെയ്ത്, അപ്പൊ അതിന്റെ പിന്നിൽ വലിയ കുറെ കാര്യങ്ങൾ ഫാരിസ് പറയാതെ പോയിട്ടുണ്ടാവും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോ ഷെയ്ഖ് ഹംസ യൂസുഫ് ആണെങ്കിലും അബ്ദുൽ ഹക്കീം മുറാദ് ആണെങ്കിലും ഡാനിയൽ ഹക്കീഖത്ജു ആണെങ്കിലും മുഹമ്മദ് ഹിജാബ് ആണെങ്കിലും പിന്നീട് ആളുകൾ ഒരുപാട് ആളുണ്ട്, ഹംസ ആൻഡ്രിയാസ് സോർസിസ് ആണെങ്കിലും ഒരു അൽ കുനൈബി ഉണ്ട്, അദ്ദേഹമാണെങ്കിലും ഇഷ്ടംപോലെ റെസ്പോൺസീവായിട്ട് വിശുദ്ധ ഇസ്ലാമിനെ പ്രതിരോധിക്കുന്ന സംരക്ഷിച്ചു നിർത്തുന്ന ഒരുപാട് വർക്കുകൾ ഫിലോസഫിയും സയൻസും സോഷ്യോളജിയും ഒക്കെ മുൻനിർത്തിയിട്ട് പടിഞ്ഞാറിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വെളിച്ചവും ഊർജവും സ്വീകരിച്ചുകൊണ്ട് മലയാളികൾക്ക് ആവശ്യമായ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ടാണ്. ഫാരിസിന്റെ ഉദാഹരണങ്ങൾ ഒരു അനുഭൂതിയാണ്, നമുക്ക് വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് പല കാര്യങ്ങളും ഇതിൽ സമർത്ഥിച്ചിട്ടുള്ളത്. അപ്പോ നാസ്തികതയുടെ ശാസ്ത്രത്തിന്റെ മുഴുവൻ ഏജൻസി ഞങ്ങൾക്കാണ്. ഞങ്ങൾ പറയുന്നതാണ് ശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ, അവകാശവാദത്തെ ഒരു ദയയും ദാക്ഷിണ്യം അല്ലാതെ ഫാരിസ് മാന്യമായ ഭാഷയിൽ തോൽപ്പിക്കുന്നുണ്ട്. അതുപോലെ ലിബറലിസത്തിന്റെ സ്വാതന്ത്ര്യം എന്നുള്ള ആ ഒരു ആശയത്തെ, ഹ്യൂമനിസം, മാനവികവാദം, ഒരു സിമ്പിൾ ഉദാഹരണം ഫാരിസ് പറഞ്ഞത് ഞാനിവിടെ കോട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, ഒരു ബസ്സിൽ നമ്മൾ ഇരിക്കുകയാണ്, ബസ്സിൽ നമ്മളൊരു മുസ്ലിം ബസ്സിലിരിക്കുമ്പോൾ ഒരു വൃദ്ധനോ വൃദ്ധയോ കയറി വരുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ലിബറൽ ലോകവീക്ഷണത്തിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യവും അയാളുടെ പ്ലഷർ സന്തോഷവും ഒക്കെയാണ് അയാൾക്ക് പ്രധാനം. അപ്പൊ അയാൾ ചിന്തിക്കുകയാണ്, സ്വാഭാവികമായിട്ടും ലിബറൽ ലോജിക് പ്രകാരം ചിന്തിക്കുമ്പോൾ എനിക്ക് എന്റെ ആശ്വാസം, എന്റെ ഫ്രീഡമാണ് എനിക്ക് വലുത്. ഞാനിപ്പോ ഒരു വൃദ്ധനോ വരുമ്പോൾ ഞാൻ എണീറ്റിക്കേണ്ട ആവശ്യമില്ല, അത് അയാളുടെ ഒരു പ്ലഷറാണ്. ഓക്കെ, അയാൾക്ക് അങ്ങനെ മൂവ് ചെയ്യാം. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ പ്ലഷറിനേക്കാളും വലുതാണ് എന്ത്? ഈ വൃദ്ധനോ വൃദ്ധയോ വരുമ്പോൾ എണീറ്റ് നിൽക്കുക. ആ എണീറ്റ് നിന്നിട്ട് ആ നൃത്തം കൊണ്ട് നമ്മൾ കുറച്ച് പെയിൻ എടുക്കുമെങ്കിലും അത് നൽകുന്ന സാറ്റിസ്ഫാക്ഷനാണ് ഒരു മുസ്ലിമിനെ മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പൊ ഈ ഒരു ലോജിക്ക് എല്ലാ സ്ഥലങ്ങളിലും
ഫാരിസ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള ലോജിക്ക് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് പിന്നെ വിമോചനം, അതുപോലെ സ്വാതന്ത്ര്യം, മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് ഉന്നയിക്കപ്പെടുന്ന പല കാര്യങ്ങളും മനുഷ്യന്റെ ആർത്തിക്ക് ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. മനുഷ്യന്റെ ആർത്തിയെ വകവെച്ച് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു കൊടുക്കുന്നത് വഴി ലോകം എത്തിച്ചേരുന്നത് ഒരു മഹാദുരന്തത്തിലാണ് എന്ന് നമുക്ക് ഓട്ടോമാറ്റിക് മനസ്സിലാവും. ഇപ്പൊ ഓൾറെഡി വന്നു കഴിഞ്ഞല്ലോ അല്ലേ? പീഡോഫീലി അത്ര വലിയ പ്രശ്നമൊന്നുമല്ല എന്ന് യുക്തിവാദികൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ യുക്തിവാദികൾ തന്നെ. ചെറിയ കുട്ടികളോട് ലൈംഗികമായ മോഹം തോന്നുന്നത്, പ്രായപൂർത്തിയാവാത്ത കുട്ടികളോട് അതൊരു പ്രശ്നമല്ല. അതുപോലെ ഇൻസെസ്റ്റ് ഒരു കുഴപ്പമുള്ള കാര്യമല്ല, ഒന്നൊരു കുഴപ്പമുള്ള കാര്യമല്ല. ഒക്കെ അവർക്ക് സമ്മതമാണെങ്കിൽ പരസ്പരം ചെയ്യാവുന്നതാണ്. അതിന്റെ ബേസിക് ലോജിക്ക് എന്താ? ഇത് തന്നെയാണ്. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ചെയ്യാം, പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ, ആരെയും ഹാം ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യാം. അപ്പൊ ഈ പെയിന്, പ്ലഷർ, വേദന, സന്തോഷം, ഇത് മാത്രം ബേസ് ചെയ്തിട്ടാണ് ലിബറലിസം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളെ വളരെ വിശദമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇസ്ലാമും ആധുനികതാവാദങ്ങളും എന്നുള്ള സെക്ഷനിൽ ആ പുസ്തകത്തില് പിന്നെ മോഡേണിറ്റി, എന്താണ് മോഡേണിറ്റി, എന്താണ് ആധുനികത മനുഷ്യന് കൊടുത്തത്, പിന്നെ എന്താണ് ഇസ്ലാം കൊടുത്തത്. ഇസ്ലാം ഇവിടെ ലോകത്ത് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് മോഡേണിറ്റി ഇസ്ലാമിന് രണ്ട് അപരസ്ഥാനത്ത്, ശത്രുസ്ഥാനത്ത് നിർത്തിയിട്ട് അത് പറ്റൂല ഇത് പറ്റും എന്നുള്ളൊരു സംസാരമല്ല കേട്ടോ ഞാൻ നടത്തുന്നത്. ലോകത്ത് ഒരു കാലത്ത് ലോകം വളരെ എത്തിക്കലി മുന്നോട്ട് അഡ്വാൻസ്ഡ് ആയിരുന്ന സമയത്ത് ലോകത്തിന് ഇസ്ലാം കൊടുത്തത് എന്താണ്, മനുഷ്യ നാഗരികതയ്ക്ക് ഇസ്ലാം ചെയ്ത സംഭാവന എന്താണ്. ഇന്ന് അപരിഷ്കൃതരെന്ന് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന എന്ന് പറയുന്ന ഇസ്ലാം ഒരു കാലത്ത് ലോകത്തിന് കൊടുത്ത സംഭാവനകൾ എന്താണ്, അതിലേക്ക് നമ്മൾ തിരിച്ചു നടക്കേണ്ടത് എങ്ങനെയാണെന്ന് പിന്നെ ഗ്രീക്ക് തത്വചിന്ത, അതുപോലെ പടിഞ്ഞാറൻ തത്വചിന്ത, അതിനൊക്കെ വിശദമായി വിശകലനം ചെയ്തിട്ട് ഫാരിസ് ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിൽ LGBT ഇഷ്യൂസ് വരുന്നുണ്ട്, അതുപോലെ ഫെമിനിസം വരുന്നുണ്ട്, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. ഒരു ഗേ വന്നിട്ട് ഇപ്പൊ ഒരാള് വന്നിട്ട് പിന്നെ പറയണേ ഞാൻ നാളെ മുതൽ പെണ്ണാണ്. ലോകത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ കാനഡയിൽ 2019 തോന്നുന്നു ഒരു ന്യൂസ് വന്നിരുന്നു. 2019 റീസെന്റ് വന്ന ന്യൂസാണ്. 46 വയസ്സുള്ള ഒരാൾ അയാളുടെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ നാളെ മുതൽ പെണ്ണാണ്, ഞാൻ പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ പെണ്ണാണ്. 4-5 മക്കളുണ്ടായിരുന്നു. അപ്പൊ അയാളുടെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഒന്നുകിൽ എന്റെ കൂടെ പിന്നെ ഭർത്താവായി നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടേച്ച് പോണം. ഭാര്യ പൊറുതി മുട്ടിയിട്ട് ഭാര്യ അങ്ങനെ പറയേണ്ടി വന്നു. 5 കൊല്ലത്തിന് ശേഷം 52-ാം വയസ്സിൽ അയാൾ പോയി. പിന്നെ അയാൾ സ്റ്റെഫോനി എന്ന പുതിയ പേരൊക്കെ അയാൾ ഇട്ടു. എന്നിട്ട് അയാൾ പറഞ്ഞത്, ഐ ഐഡന്റിഫൈ മൈസെൽഫ് ആസ് എ 6 years old ഗേൾ. ഒരു 6 വയസ്സായ കുട്ടിയായിട്ടാണ് എനിക്ക് എന്നെ തോന്നുന്നത്. അത് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നു, അതിന് ഫോട്ടോ ഒക്കെ വന്നിരുന്നു. അതിന് ഫോട്ടോ അയാളിങ്ങനെ ഇരിക്കുന്നുണ്ട്, നല്ല മുടിയൊക്കെ കുറച്ച് നിരച്ചിട്ട് ഒരാളാണ്, നല്ല തടിയുള്ള, കണ്ട ഒരു 50 വയസ്സ് ലുക്കുണ്ട്. 52 വയസ്സാണ് അപ്പൊ അയാൾക്ക് ആ സമയത്ത്. അയാൾ വായിലൊരു നിപ്പിൾ, ചെറിയ 3 വയസ്സുള്ള 2 വയസ്സായ കുട്ടികൾക്ക് നമ്മൾ നിപ്പിൾ വെച്ച് കൊടുക്കാൻ, ഒരു നിപ്പിളൊക്കെ വെച്ചിട്ട് പിന്നെ ഇത് നടന്നതാണ്. ഞാൻ ഇതൊരു ആക്ഷേപിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവമല്ല, അത് നടന്നതാണ്. നിപ്പിളൊക്കെ വെച്ചിട്ട് ഒരു 6 വയസ്സായ കുട്ടിയുടെ ഒരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് അയാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇതാർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. നമ്മളിപ്പോ ഇത് കേൾക്കുമ്പോൾ ചിരിക്കുകയാണ്. പക്ഷെ എന്റെ ഉടലിന്റെ അവകാശം എന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്ന ചാനലിലൊക്കെ ഇരുന്നിട്ട് യുക്തിവാദികളാണെങ്കിലും ലിബറൽസ് ആണെങ്കിലും ഒക്കെ പറയുന്ന ഇതേ ലോജിക്കാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെയുള്ള യുക്തിവാദികൾ എല്ലാവരും മോറലി വളരെ മോശക്കാരാണെന്നൊന്നല്ല പറയുന്നത്. പക്ഷെ ഇവരെ ഇത് കൊണ്ടുപോയി നയിക്കുന്ന ഒരു പരിണിതി ഇങ്ങനെയാണ്. അപ്പൊ സ്റ്റെഫോനി ഇങ്ങനെ ഇരിക്കുന്ന ചിത്രം നമ്മൾ വായിക്കണം. അപ്പൊ സ്റ്റെഫോനിയോട് പോയിട്ട് പിന്നെ നിങ്ങൾക്ക് മാനസികമായിട്ട് വല്ല തകരാറ് സംഭവിച്ചതായിരിക്കാം, നമ്മളൊരു 2 മിനിറ്റ് ഇരിക്കി, നമ്മളൊന്ന് സംസാരിക്കാം എന്നൊരു ഡോക്ടർക്ക് പറയാൻ കഴിയില്ല. അതാണ് ഇപ്പോഴത്തെ ട്രാൻസ്ജെൻഡർ പൊളിറ്റിക്സ് ഒക്കെ എത്തി നിൽക്കുന്ന ഒരു പരിണിതി. ഒരു ക്ലിനിക്കലി ഒരാൾ അത് റിസർച്ച് ചെയ്യുകയും പിന്നെ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ പാടില്ല. അത് അയാളുടെ അവകാശമാണ്, അയാൾക്ക് തോന്നിയത് അയാൾക്ക് പറയാം എന്നുള്ളതാണ്. അപ്പൊ അതിനെ ട്രോള് ചെയ്തിട്ട് ഇപ്പൊ ഒരു പിന്നെ ടീഷർട്ടും ഞാൻ നേരത്തെ ഇവരോട് സംസാരിച്ചു, ഒരു ടീഷർട്ടും ഒരുപാട് ക്യാപ്ഷൻസ് ഒരുപാട് സംഭവങ്ങൾ എഴുതുമല്ലോ. അപ്പൊ ഒരാൾ എഴുതിയിട്ട് ആക്ച്വലി ഐ ഡിഡ് നോട്ട് വാക്സിനേറ്റ് ബട്ട് ഐ ഐഡന്റിഫൈ മൈസെൽഫ് ആസ് വാക്സിനേറ്റഡ്. എങ്ങനെയുണ്ട്? ഇതുപോലെയാണ് പറയുന്നത്. കാരണം നമുക്ക് ഒബ്വിയസ് ആയിട്ട് നോക്കി മനസ്സിലാക്കാവുന്ന എംപിരിക്കലായിട്ട് ഒന്നും കാണുന്നില്ല. ഒരാള് ഒരു ബയോളജിക്കലി ഒരു കുഴപ്പമില്ലാത്ത ആള് ഓപ്പോസിറ്റ് സെക്സിനെ കണ്ടാൽ ലൈംഗികമായി ഉത്തേജനം ഉണ്ടാകുന്ന ആള്, ലൈംഗിക അവയവത്തിന് ഉദ്ധാരണം സംഭവിക്കുന്ന ആള് നാളെ വന്നിട്ട് പറയുന്നത് എനിക്ക് പെണ്ണാണെന്ന് തോന്നുന്നു, സെൽഫ് ഡിക്ലറേഷന് വേണ്ടി വാദിക്കുന്നു.
ഏതെങ്കിലും ഒരു ഡോക്ടർ വന്നിട്ട് അയാളെ കൗൺസിൽ ചെയ്ത് പിന്നെ ക്ലിനിക്കലി എന്തെങ്കിലുമൊക്കെ ചെയ്ത് റിസർച്ച് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ ആ ഡോക്ടറുടെ ക്ലിനിക്ക് പൂട്ടിക്കുന്നു അല്ലെ. അമേരിക്കയിലെ കെന്നത്ത് സക്കറിന്റെ ഒക്കെ ക്ലിനിക്ക് പൂട്ടിച്ചു. പിന്നെ ജെയിംസ് കാസ്പിയനെ പോലുള്ള ആളുകളുടെ റിസർച്ച്, ഫണ്ട് പാസ്സായ റിസർച്ച് ബാത്സ്ബ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മുടക്കി കളഞ്ഞു. കാരണം എന്താണ്? ഹോമോഫോബിയ അല്ലെങ്കിൽ ട്രാൻസ്ഫോബിയ. ഒരു പക്ഷേ ഞാനും നാളെ നേരിടാൻ പോകുന്നത് ഈ ഇതായിരിക്കും. നിങ്ങൾ ആരും ഇത്ര ആളുകളുടെ ഇടയിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാവുന്ന ഒരു പേര് അതായിരിക്കും, ട്രാൻസ്ഫോബിക്. അപ്പൊ അങ്ങനെ ഒരു വിളി കേട്ടാലും ഇല്ലെങ്കിലും ഈ വിഷയം വളരെ പ്രധാനമാണ്. അപ്പൊ ഉടലിന്റെ അവകാശം എന്ന് പറഞ്ഞിട്ടുള്ള, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് പൊതുവെ മോഡേണിറ്റി മുന്നോട്ട് വെക്കുന്നത്. അത് പിന്നെ ഫെമിനിസത്തിലൊക്കെ കുറെ ഇസ്ലാമിക് ഫെമിനിസം അങ്ങനെ കുറെ സംഭവങ്ങൾ വേരിയന്റുകളുണ്ട് എങ്കിൽ പോലും പൊതുവെ ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്നത് ലിബറലിസം, സെൽഫ് ഐഡന്റിറ്റി, ഈ ഐഡന്റിറ്റി എപ്പോഴും ഉയർത്തിപ്പിടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. പിന്നെ ഒരു പ്രധാനപ്പെട്ട സംഭവം ഇവർ പറയുന്നത്, നാസ്തികരാണ്, ലിബറൽസ് ആണെങ്കിലൊക്കെ പറയുന്നത് വളരെ അപരിഷ്കൃതമാണ്, ഇസ്ലാം വളരെ അപരിഷ്കൃതമാണ്. കാരണം അത് പഴയതാണ്. ശരിക്കും ഏതാണ് പഴയത്? ഈ പെയിൻ ആൻഡ് പ്ലഷർ ബേസ് ചെയ്തിട്ടുള്ള ധാർമ്മികത ലോകത്ത് ആദ്യം ഉണ്ടാക്കിയത് ആരാണ്? അത് റസൂലുള്ളാഹിന്റെ മുമ്പാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് ഗ്രീക്ക് പാരമ്പര്യത്തിൽ പിന്നെ ഈ ഒരു സംഭവം മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വേദന ഉണ്ടാകുന്നതെന്തോ അത് പാടില്ല, നമുക്ക് സന്തോഷം വരുന്നതെന്തോ അതൊക്കെ പറ്റും, അത് എന്തായാലും കുഴപ്പമില്ല, അത് കഞ്ചാവാണെങ്കിൽ എന്തായാലും കുഴപ്പമില്ല. ഈ മൂല്യമാണ് നവോത്ഥാന കാലത്ത് യൂറോപ്പ് വീണ്ടെടുത്തത്. യൂറോപ്യൻ നവോത്ഥാനം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് വീണ്ടെടുത്ത മൂല്യങ്ങൾ ഗ്രീക്ക് മൂല്യങ്ങളാണ്. അപ്പൊ ഈ ഗ്രീക്ക് മൂല്യങ്ങൾ എത്രമാത്രം മനുഷ്യകുലത്തെ പിന്നോട്ട് നയിക്കുന്നു എന്നുള്ളതിന്റെ കൂടെ തെളിവാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏതാണ് പ്രാകൃതം? ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് വന്നു. റസൂലുള്ളാഹിന്റെ മുമ്പാണ് ഗ്രീക്ക് ഫിലോസഫി ഉള്ളത്. അതിലെ ബേസിക് മൂല്യങ്ങളാണ് പിന്നീട് യൂറോപ്പ് വീണ്ടെടുത്തത്. പിന്നെ മാറാത്തത്, ഇസ്ലാം മാറാത്തതാണ്, അതുകൊണ്ട് അത് പ്രാകൃതമാണ്. ഈ മാറ്റം എന്ന് പറഞ്ഞാൽ എത്തി നിൽക്കുന്ന രീതിയാണ് ഞാൻ ഇപ്പൊ ഇതുവരെ പറഞ്ഞത്. മുമ്പ് ഹോമോസെക്ഷുവാലിറ്റി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പിന്നീട് ഹോമോസെക്ഷുവാലിറ്റി അവകാശമായി മാറി. അങ്ങനെ ഓരോ വിഷയം അങ്ങനെ മാറി മാറി അങ്ങേയറ്റം ഇൻസെസ്റ്റ് വരെ എത്തി അല്ലേ. സമ്മതം ഉണ്ടെങ്കിൽ ബന്ധുക്കളുമായിട്ടും രക്തബന്ധുക്കളുമായിട്ടും കൺസെൻഷ്വൽ സെക്സ് ആവാം. അപ്പൊ ഇനി കുറച്ചുകൊണ്ട് മൃഗങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ മൃഗങ്ങളുമായിട്ടും ആകാം. അങ്ങനെ പറയുന്ന ഒരു വെള്ളക്കാരനായ എത്തീസ്റ്റിനെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഗൂഗിൾ ചെയ്ത യൂട്യൂബിൽ കിട്ടുന്നതാണ് അവരുടെയൊക്കെ പ്രസംഗങ്ങൾ. അപ്പൊ ഈ ഒരു പ്രശ്നം വളരെ വിശദമായിട്ട് ഉദാഹരണങ്ങളും ചരിത്രവും ഫിലോസഫിയും എല്ലാം മുൻനിർത്തി. ഇതിലൊരു പ്രധാനപ്പെട്ട സംഭവം എന്താ വെച്ചാല്, പാരിസിന്റെ പുസ്തകങ്ങളുടെ പിന്നെ നമുക്ക് പരിചിതമായ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് നമ്മുടെ ഇമോഷണലായിട്ട് ഇങ്ങനെ ത്രസിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനപരമായ ന്യായങ്ങൾ അവരുടെ തന്നെ വാക്കുകൾ കടമെടുത്ത് ഫാരിസ് വിശദീകരിക്കുന്നു എന്നുള്ളതാണ്, അത് ഏത് മേഖലയിലാണെങ്കിലും. അപ്പോ പിന്നെ എല്ലാവരും ഇത് വായിക്കണം. എൻ്റെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, ദീനുൽ ഇസ്ലാമിന്റെ പേരിലുള്ള ഒരു റിക്വസ്റ്റ് ഉള്ളത്, നമ്മളിപ്പോ ഒരു മാസത്തിൽ 2-3 മന്തിയൊക്കെ കഴിക്കുന്നവരാണ്. ഒരു ഫുൾ മന്തിക്ക് ഏകദേശം 1000 രൂപേന്റെ അടുത്തെത്തും. നമ്മൾ ചിലപ്പോൾ പലപ്പോഴും ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ ഓഫർ ചെയ്യുന്നതാണ്. 1000 രൂപക്ക് നിങ്ങൾ കുറച്ചധികം കോപ്പി നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊരധികം കോപ്പി വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നവർക്ക് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുക. വായനാശീലമുള്ള ആളുകൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് നിങ്ങളൊരു റിബണോ കൊട്ടിച്ചിട്ട് ഇതിൻ്റെ വക എനിക്കുള്ളൊരു ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കുക. നിങ്ങളുടെ ഏറ്റവും വായനാശീലമുള്ള ഒരു വിദ്യാർത്ഥിക്ക്, ചിന്താശേഷിയുള്ള ഒരു ഫ്രണ്ടിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉസ്താദിന്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആൾക്ക്, നാട്ടിൽ നിങ്ങളോട് ഗുണകാംക്ഷയോടെ ഇടപെടുന്ന ഏതെങ്കിലും ഒരാൾക്ക് നിങ്ങൾ ഈ കോപ്പികൾ എത്തിച്ചു കൊടുക്കണം. ഇതൊരു ക്യാമ്പയിനായിട്ട് ഇവിടെ കൂടിയ ആളുകൾ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത്. മലയാളത്തിൽ ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ടാവില്ല. ഒന്നുകിൽ പ്യൂർലി അക്കാഡമിക് ആയിട്ടാണ് വരിക ഇത്തരം സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പിന്നെ ഈ പീരിയോഡിക്കൽസിലോ അല്ലെങ്കിൽ സുവനീറിലോ ഒക്കെ വരുന്ന പോലെ അത് ഹറാമാണ്, അത് പാടില്ല എന്നൊരു ലാംഗ്വേജിലുള്ളതാണ് വരിക. ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്മൾ ദീനുൽ ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്ന ആളുകളാണ്. പക്ഷേ എന്താണ് അവർ പറയുന്നത്, അവർ പറയുന്നതിന്റെ പ്രശ്നങ്ങൾ എന്താണ് നമ്മൾ പറയുന്നത്, അതിന് ഗുണം എന്താണ് എന്നുള്ളത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ 2 പുസ്തകങ്ങളുടെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വായിച്ചാലും വാങ്ങിയാലും അധികം കോപ്പി വാങ്ങിയിട്ട് നിങ്ങൾ പരിചയക്കാർക്ക് എത്തിച്ചു കൊടുത്താലും ഇത് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ 100% ഗ്യാരണ്ടിയാണ്. പടച്ചോൻ അത് ഒരു സ്വാലിഹ് അമലായി സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതൊന്ന് ഏറ്റെടുക്കുക എന്നുള്ള കൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് റഷീദുവിലേക്ക് മടങ്ങാം. അതിനു മുമ്പ് നമ്മുടെ മൊയ്ൻ ഉസ്താദ് നമ്മോട് സംസാരിക്കും. ഇപ്പൊ കേരളത്തിലെ ഈ സൂഫി ട്രഡീഷനെ പറ്റിയിട്ട് റിസർച്ച് നടത്തിയ ഒരാൾ കൂടിയാണ് മൊയ്ൻ ഉസ്താദ്. മാത്രമല്ല നമ്മുടെ കേരളത്തിന്റെ ഒരു പൾസ്
നേരത്തെ ഉണ്ടായിരുന്നത്, നേരത്തെ വന്ന ചില വെല്ലുവിളികൾ, ആ കാലഘട്ടത്തിൽ നമ്മുടെ ഉസ്താദുമാർ അതിനെ സ്വീകരിച്ച സമീപന രീതികൾ, അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രാദേശിക സ്വഭാവം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ പറയുന്നത് പലതും നമ്മളുടെ ഒരു മനസ്സിൽ വരുന്ന കുറെ സങ്കല്പങ്ങളുടെ പുറത്ത് നിന്ന് പറയുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഇവിടെ പയറ്റിത്തെളിഞ്ഞ ഒരു സൂഫി ട്രഡീഷനുണ്ട്. ആ ട്രഡീഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ഇന്ന് പുതിയതായിട്ട് നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ നമുക്ക് എങ്ങനെ അതിനെ കൗണ്ടർ ചെയ്യാൻ കഴിയും, അതിനേതെങ്കിലും രീതിയിലുള്ള നമുക്ക് സമീകരിക്കാൻ കഴിയുന്ന ഉദാഹരണങ്ങളോ വ്യക്തിത്വങ്ങളോ കേരളത്തിന്റെ പ്രാദേശിക അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഒരു പ്രാദേശിക സ്വഭാവം പരിഗണിച്ചുകൊണ്ട് ഇന്ത്യൻ ഒരു സെക്കുലർ സ്വഭാവത്തിലുള്ള രാജ്യമാണ്, ബഹുസ്വരം നിലനിൽക്കുന്നുണ്ട്, നമ്മുടെ ഒരു അഖല്ലിയത്താണ് ഇവിടെ. ഇതൊക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ നമുക്ക് സ്വീകരിക്കേണ്ട ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് ഈ വിഷയത്തിൽ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നവനാസ്തികതയുമായിട്ട് ബന്ധപ്പെട്ട വളരെ സജീവമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നതിലും സമൂഹത്തോട് ചേർന്ന് നിന്ന് അന്നത്തെ ഒരു ചിന്താരീതികളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിനെ അതിൻ്റെ തനതായ രീതികൾ അവതരിപ്പിക്കുന്നതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കേരളത്തിൻ്റെ ഒരു പരമ്പരാഗത ഒരു സൂഫി പരിസരത്തിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഓരോ നാടിൻ്റെയും ആ നാടിൻ്റെ ഏറ്റവും ലോക്കൽ ഇടങ്ങളിൽ നിന്ന്, ഇപ്പോൾ സൂഫീസ് ഓഫ് ബീജാപൂർ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അപ്പം അതിൽ അവിടെ നിന്നൊക്കെ പറയുന്നത് ലോക്കൽസിൻ്റെ ലാംഗ്വേജ് മനസ്സിലാക്കിയിട്ട് ആ ലാംഗ്വേജിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന രീതികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഡെക്കാൻ പ്രവിശ്യകളിലൊക്കെ ഇപ്പോൾ സാധാരണ ആളുകൾ, ഈ സ്ത്രീകളൊക്കെ നൂൽക്കാൻ പോകുന്നവർ, അല്ലെങ്കിൽ ചർക്ക വസ്ത്രം ഉണ്ടാക്കുന്നവർ, അവർക്കൊക്കെ അവരുടെ ലോക്കൽ ലാംഗ്വേജുകളിൽ അവിടെ ഉണ്ടായിരുന്ന സൂഫികൾ സാധാരണ ജീവിതത്തിൽ പാടിപ്പറയുന്ന ഒരുപാട് പാട്ടുകൾ ഉണ്ടായിക്കോട്ടെ. ഈ പാട്ടുകൾ അവര് ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ അറിയാതെ അവരിൽ ഒരു 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 സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് ഒരു ജീവൻ അവരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ കേരളത്തിൻ്റെ പരിസരം നോക്കുകയാണെങ്കിലും, ഞാൻ എൻ്റെ ഒരു പരിസരം വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ പഴയകാലത്തെ നമ്മൾ 1700, 800 ഒരു സംഘടന ഇസ്ലാമത്തിൻ്റെ മുമ്പുള്ള കേരളത്തിൻ്റെ ഇതിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരുടെയും ഒരു ലോക്കൽ സംഭവങ്ങളോട് ചേർന്ന് നിന്നുള്ള ഒരു ഇസ്ലാം എല്ലാവരിലും ഉണ്ടാകുന്നുണ്ട്. വിമൻസിൻ്റെ, സ്ത്രീകളുടെ കാര്യത്തിൽ പോലും എൻ്റെ ഒരു ഭാഷ പറഞ്ഞാൽ ഒരു ആക്ടിവിസം എന്ന് പറയുന്ന ഒരു സാധനം സ്ത്രീകൾക്കിടയിൽ. അപ്പോൾ ഈ ഓത്തുപള്ളി സിസ്റ്റമൊക്കെ 1920 മുമ്പ് കേരളത്തിൽ വളരെ സജീവമായി ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു ഡിമിനിഷിങ് ട്രെൻഡ് 1950 വരെയൊക്കെ ഒരുപാട് ഓത്തുപള്ളികളിൽ സ്ത്രീകൾ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. വളരെ സജീവമായിട്ടുണ്ടായിരുന്നുണ്ട്. മാത്രമല്ല ഈ സ്ത്രീകളുടെ ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു അറബി മലയാളത്തിലുള്ള ഒരു പുസ്തകം കിട്ടി, 1880 പബ്ലിഷ് ചെയ്തതാണ്. അതിൽ സ്ത്രീകളെ കുറിച്ചിട്ട് വളരെ സജീവമായിട്ട് സ്ത്രീ ലൈഫിനെ കുറിച്ച് മാത്രം ഗദ്യരൂപത്തിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. സ്ത്രീ ലൈഫിനെ കുറിച്ച് മാത്രം. ഇപ്പം ഇത്രമാത്രം 1800 ഇവിടെ തന്നെ സ്ത്രീകളെ കുറിച്ച് സജീവമായിട്ട് മുസ്ലിം സർക്കിളിൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഉള്ളൊരു സംഭവമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾക്കിടയിൽ ഇത്തരം രചനകൾ പലപ്പോഴും ഇന്ന് അവൈലബിൾ ആകുന്നില്ല എന്നുള്ളത്? സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സ്ത്രീകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രചനകൾ. പക്ഷെ സ്ത്രീകൾക്കിടയിൽ നിന്ന് അത്തരം രചനകൾ ഒരുപക്ഷെ നമുക്ക് ഇടയിൽ ലഭ്യമാക്കുന്നത് വളരെ വൈകിയാണെങ്കിലും, അത് സൂഫികളുടെ ഒരു ഏരിയ എന്ന് തന്നെ പറയുന്നത് ശരിക്കും ഞാൻ അറബി മലയാളത്തേക്ക് പറയുമ്പോൾ അതൊരു സൂഫിസ്റ്റിക് ലാംഗ്വേജ് ആയിട്ടാണ്, അത് സാധാരണക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഡെവലപ്പായിട്ട് വരുന്ന ഒരു സാധനമായിട്ടാണ് പറയാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പഞ്ചാബിൻ്റെ പരിസരങ്ങളിലും മറ്റൊക്കെ വരുന്ന അറബിക് പഞ്ചാബിയിലൊക്കെ വരുന്ന പാട്ടുകൾ ഒക്കെ ഈ ലോക്കൽസിനെ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ ഒക്കെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കുന്ന, അവർക്ക് ബോധം നൽകുന്ന ഒരു രീതിയിൽ. ഈവൻ നമ്മുടെ ഈ ഷാദുലി ത്വരീഖത്തിൻ്റെ പരിസരം നോക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ, ഷാദുലി ത്വരീഖത്തിൽ ഇപ്പോൾ കോഴിക്കോട് മുട്ടുന്നവരും മുട്ടാത്തവരും എന്ന് പറയുന്ന
ഒരു രണ്ട് കാദിമാർക്കിടയിൽ തന്നെ ഒരു വിവേചനം വരുന്നുണ്ട്. മുട്ടുന്ന കാദിമാർ, മുട്ടാത്ത കാദിമാർ. എന്നാൽ അന്ന് ആളുകൾക്കിടയിൽ പാട്ടുപാടുക, മ്യൂസിക് സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, പക്ഷെ ആ ഒരു സൂഫി കൾച്ചറിൽ അതിനോട് ഇന്നത്തെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ആധുനികതാ പരിസരത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അതിന് മ്യൂസിക്കിൻ്റെ പ്രത്യേക സങ്കേതങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അവർക്കിടയിലും അത്തരം ഒരു സാധനത്തെ അവർ ഡെവലപ്പാക്കി കൊണ്ടുവന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഒരു സമാഇൻ്റെ അല്ലെങ്കിൽ ഒരു സൂഫി പരിസരത്തിൽ നിന്ന് അവർക്കിടയിലുള്ള ഒരു മ്യൂസിക് സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു ഡാൻസിങ് സംഭവങ്ങൾ, അത് രണ്ടും പദങ്ങൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുമ്പോൾ അതിന് പ്രത്യേക വേറെ ഇതുകൾ ഉണ്ടാവാം, വേറെ ഡെഫിനിഷൻ സാധനങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇവർക്കിടയിൽ ഇത്തരം ഒരു സാധനം ചേർന്ന് നിൽക്കുന്ന ഒരു രീതി കണ്ടെത്താൻ പറ്റും. അതിനെക്കുറിച്ചിട്ട് പിന്നീട് നിരന്തരമായി 1800 അവസാനങ്ങളിലൊക്കെ ഒരുപാട് ഡിസ്കഷൻ ഇവിടെ നടക്കുന്നുണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അതാ ഇന്നൊരു പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മറ്റേലൊക്കെ നമ്മൾ ഈ ഒരു ആധുനിക സംഭവങ്ങളായിട്ട് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകൾ അന്ന് ഈ സൂഫികൾക്കിടയിൽ ഇത്തരത്തിലുള്ള പാട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ശാരീരിക ചലനങ്ങൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇഷാദുലിൻ്റെ പരിസരത്ത് ഒരുപാട് പുസ്തകങ്ങൾ തന്നെ അന്ന് വരുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ ഓർക്കുന്നില്ല, അതിൻ്റെ ചില ഈ തെക്കൻ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ചില പണ്ഡിതന്മാർ, ഒരു ഹൈദ്രോസ് അടിമ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളുടെ 1800 അവസാനത്തിൽ ഒരു ഗദ്യ പുസ്തകം തന്നെ എനിക്ക് കിട്ടിയിരുന്നു. അതിൽ ഇതിനെക്കുറിച്ച് മാത്രം സൂഫികൾക്കിടയിലെ ഡാൻസിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ പാട്ടുകളെ കുറിച്ച് അവരെങ്ങനെയാണ് ഇതിനെ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നുള്ള അതിനെക്കുറിച്ച് ഭയങ്കര ഡിബേറ്റ് നടക്കുന്നുണ്ട്. അവരുടെ എല്ലാ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള ഡിബേറ്റുകൾ ഇന്ന് നമ്മൾ ആധുനിക യുക്തിവാദ പരിസരത്തിൽ നിന്ന് ഓരോന്നിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ കേരളത്തിൻ്റെ പരിസരത്തിൽ സൂഫി പരിസരങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ അതിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിലൊക്കെ ഒരു ഇസ്ലാമിക് സോൾ, അതിൻ്റെ ഒരു ആത്മാവ് ഏതർത്ഥത്തിൽ മറ്റുള്ളതിൽ നിന്ന് ഡീറൈൽ ആവാതെ അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളിടത്താണ് കാര്യങ്ങൾ. അല്ല, ഈ പിന്നെ ഇത്തരം അക്കാദമിക് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള അക്കാദമിക് ഡിബേറ്റുകളെക്കാൾ കൂടുതലായി ഈ സൂഫികളുടെ ഇടപെടലുകൾ ഈ ഇസ്ലാമിൻ്റെ റൂഹിനെ, അതിൻ്റെ ഒരു ആത്മാവിനെ സാധാരണക്കാർക്കിടയിലേക്ക്, അതായത് ഒരു പിന്നെ മെജോറിറ്റി വരുന്ന നമ്മുടെ സൊസൈറ്റിയിലേക്ക് എത്തിക്കുന്നതിൽ ഈ അക്കാദമിക് പരിസരത്തുള്ള ആളുകളെക്കാൾ കൂടുതൽ ഈ സൂഫി ജീവിതം കാണിച്ചു കൊടുത്ത ആളുകൾക്ക് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു സ്വഭാവം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണല്ലോ വരുന്നത്. ഇത് രണ്ടും ഇപ്പോൾ നമ്മൾ ഇന്നാണ് നമ്മളൊരു അക്കാഡമീഷ്യൻസ് സൂഫികൾ എന്നുള്ള ഒരു ഡിവൈഡ് സാധനം വരുന്നത് ഇന്നാണ്. ഇപ്പം ഞാൻ ഈ അബ്ദുറഹ്മാൻ ഹൈദ്രോസ് അടിമ മുസ്ലിയാർ എന്ന് പറയുന്ന 1800 അവസാനത്തിൽ മക്തിത്വങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു പക്കാ സൂഫിയായിട്ട് ജീവിച്ച ഒരാളാണ്. അയാളെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും അയാളൊരു പക്കാ സൂഫിയാണ്. എന്നാൽ അയാൾ നമ്മളൊരു ഇന്നത്തെ രീതിയിൽ ഒരു അക്കാഡമിക് മുഖം നമുക്ക് കാണാൻ പറ്റുന്നു. നല്ല നിലയിൽ സംസാരിക്കുന്ന, വളരെ മനോഹരമായിട്ട് ഭാഷ കൈകാര്യം ചെയ്യുന്ന, നല്ല നിലക്ക് പുസ്തകങ്ങൾ എഴുതുന്ന ഒരാളായിട്ടാണ്. ഇപ്പം രണ്ട് മുഖങ്ങളും നമുക്ക് ഇവരിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബുക്ക് പ്ലസ് അടുത്തൊരു പുസ്തകം പബ്ലിഷ് ചെയ്തു, കിടങ്ങയം ഇബ്രാഹിം മുസ്ലിയാരെ കുറിച്ച്. കിടങ്ങയം ഇബ്രാഹിം മുസ്ലിയാർ അയാളുടെ ഒരു 15ഓളം ഗ്രന്ഥങ്ങൾ എഴുതുന്നുണ്ട്. അതിൽ പക്കാ സൂഫിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് രചനകളുണ്ട്. പക്ഷെ അയാളുടെ തന്നെ ഒരു കൃതി, ഈ ഒരു മലബാർ ചരിത്രം 1928 വരെയാണ്. ഒരു സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട അയാൾ ഒളിച്ചോടിയതിന് ശേഷം ബോംബെയിൽ നിന്ന് എഴുതുന്ന ഒരു പുസ്തകമാണ്. ഈ ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് പക്ക ഇന്നത്തെ ഒരു അക്കാഡമിക് ലാംഗ്വേജിലുമാണ്. അതിൻ്റെ ഉള്ളടക്കവും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ റെഫറൻസുകളൊക്കെ ഒരുപാട് പേർഷ്യൻ, സാൻസ്ക്രിറ്റ്, ഇംഗ്ലീഷ് പുസ്തകങ്ങളെ റെഫർ ചെയ്തുകൊണ്ടാണ് ഇയാൾ ഈ ഒരു ഗ്രന്ഥം എഴുതുന്നത്. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ നരേഷൻ, അത് എഴുതുന്ന രീതികളും അതിലെ വ്യാഖ്യാനങ്ങളും അതിലെ റെഫറൻസൊക്കെ പുസ്തകം വായിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. പക്ക അക്കാഡമിക് വർക്ക്. ഒരു മുദരിസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മുദരിസ് പിന്നീട് കേരളത്തിലേക്ക് വന്നതിന് ശേഷം മലബാറിലെ ഒരുപാട് പള്ളി ദർസുകളിൽ 20-30 വർഷം പള്ളി ദർസുകൾ അധ്യാപകനായി ജീവിച്ച, ഈവൻ 1945 സമസ്തയുടെ മുഷാവറയായിരുന്ന ആളാണ്. അദ്ദേഹമാണ് 1928 ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത്. അതേസമയം കമ്മു സൂഫിയെ കുറിച്ചൊക്കെ അയാൾ എഴുതിയിട്ടുള്ള മൗലിദുകൾ, ഓരോരുത്തരുടെ ഒരു അക്കാഡമിക വ്യാപ്തി എന്ന് പറയുന്നത് നമ്മൾ ഇവരെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളിടത്താണ്.
ഇപ്പോൾ നമ്മളൊരു സൂഫി അല്ലെങ്കിൽ ഒരു അക്കാഡമിഷ്യൻ എന്നുള്ള ഒരു ഡിവൈഡിലപ്പുറം ഇവർ അതേസമയം ലൈഫിൽ നല്ലൊരു സൂഫിസ്റ്റിക് ലൈഫ് ജീവിച്ച ആളാണ്. കിടങ്ങ മന്ത്രത്തിൻ്റെയും അയാളുടെ അത്തരത്തിലുള്ള ഇന്നും ആളുകൾ പറയും ഒരു വൈദ്യത്തെക്കുറിച്ചൊരു കൃതി എഴുതിയിട്ടുണ്ട്. വിവിധ ഭാഷകൾ വന്നിട്ട് ഒരു വൈദ്യ നിഘണ്ടുവാണിത്. 2000-2000 പച്ചമരുന്നുകളെ കുറിച്ചിട്ട്. അതിൻ്റെ ആമുഖത്തിൽ അയാൾ പറയുന്നൊരു വാക്കുണ്ട്, ഒരു പക്ക സൂഫിയാണ്, ഒരു അക്കാഡമിക് സ്വഭാവമുള്ള ആളാണ്, നല്ലൊരു വൈദ്യനുമാണ്. ഒരുപാട് വൈദ്യമേഖലയിൽ കേരളത്തിൽ രചനകൾ വരുന്നുണ്ട് പൊന്നാനി പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ. പിന്നീട് പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക സോഴ്സിനെ പലപ്പോഴും നമ്മളിൽ നിന്ന് വിട്ട് പലർക്കും കൊടുക്കുന്ന ഒരു രീതിയാണ് പിന്നെ ഉണ്ടായത്. പക്ഷെ ഇതൊക്കെ വെച്ചിട്ട് ഈ ഒരു പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം ഈ ഒരു രീതിയിലൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെ അയാൾ പറയുന്നത് ഇന്നത്തെ പണ്ഡിതന്മാർ എന്ന് പറയുന്നത് കേരളത്തിൽ അവരിപ്പോഴും നഹവും സർഫും പഠിച്ചിട്ട് അത് സർഫാക്കി സമയം കളഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മളെ ഇമാം ഗസാലി അടക്കം പല ആളുകളും ഇതിൻ്റെ ഡെപ്തിനെ കുറിച്ച് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഒരു സമൂഹത്തിൽ ഈ അറിവ് ആഴത്തിൽ ഉണ്ടാവേണ്ട അനിവാര്യതയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ തീർച്ചയായിട്ടും ഈ മേഖലയെക്കുറിച്ച് അവർ ഉത്ബുദ്ധരാവണം. എന്നിട്ട് 1942-43 ഇത് പബ്ലിഷ് ആയി വരുന്നത്. 3 വോളിയുള്ള സാധനമാണ് ഇതിൻ്റെ. എന്നിട്ട് അയാൾ പറയുന്നത് ഇതിനി നമ്മുടെ പള്ളി ദർസുകളിലെ സിലബസിൽ ഉൾപ്പെടുത്തണം. അയാൾ അന്ന് ചിന്തിക്കുകയാണ് പള്ളി ദർസുകളിലെ സിലബസിൽ ഉൾപ്പെടുത്തണം. ഈ ഒരു നോളേജ് എന്ന് പറയുന്നത് അത് പറഞ്ഞ ഇവിടുത്തെ മറ്റു ഉള്ള ആളുകളുടേത് സാധനമൊന്നുമല്ല. ഇതിൻ്റെ ട്രഡീഷൻ നോക്കുമ്പോൾ അത് നമ്മുടേതാണ്. വളരെ ഒരു എന്താ പറയുക ഒരു ക്രിറ്റിക്കലി അയാൾ സമീപിക്കുന്ന ഒരു ആമുഖമാണ്. കാടേരി മുഹമ്മദ് മുസ്ലിയാരുടെ നഖത്തുല്ല നാജിലിന് ആമുഖം എഴുതുന്ന ഇവരാണ്. ഇവർ ഭയങ്കര ഒരു സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ ഇവരുടെയൊക്കെ ലൈഫ് ഞാൻ പറഞ്ഞത് അതാണ്, ഒരേ സമയത്ത് തന്നെ ലൈഫ് സോഫിസ്റ്റിക് ആവുകയും അവരുടെ ചിന്തകൾ പക്ക അക്കാഡമിക്കലാവുകയും ചെയ്യുന്ന ഒരു ട്രെൻഡ് 1800-കളുടെ നമുക്ക് ലഭ്യമാകുന്ന ഒരു ചരിത്ര പരിസരത്തിൽ തന്നെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്, വളരെ ക്രിട്ടിക്കലായിട്ട്. പിന്നീട് അതിന് പല നിലക്കുള്ള വേരിയേഷൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് റഷീദ് ഉദവിയിലേക്ക് തന്നെ മടങ്ങി വരാം. ഇവിടെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ നിങ്ങളെ കാത്തിരുന്ന ചില ഏരിയകളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാം വിരോധം അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്കിടയിലേക്കൊന്നും ഇസ്ലാം എത്തിയിട്ടില്ല. നിങ്ങൾ ഇസ്ലാമിനകത്ത് നിങ്ങൾ ഒരു എന്നും ബാക്ക്വേർഡാണ്. തവ്വാമൂന എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഈ പെൺകുട്ടികളിലേക്ക് അവരുടെ ഒരു സ്വത്വബോധം, പെൺസ്വത്വം എന്നതാണ് മുസ്ലിം സ്വത്വം എന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് പെൺകുട്ടികൾക്കിടയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചർച്ചകളിൽ പോലും അങ്ങനെയാണ്. ഞങ്ങളൊരു മുസ്ലിം സ്വത്വം എന്ന് ആണുങ്ങൾ പറയുന്നുണ്ടെങ്കിലും പെൺകുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്നത് പലപ്പോഴും പെൺസ്വത്വം. ഞങ്ങൾ പെണ്ണുങ്ങളായതുകൊണ്ട് പെണ്ണുങ്ങളായിട്ട് പോലും എന്നൊക്കെയുള്ള ചില വർത്തമാനങ്ങളാണ്. അപ്പൊ ഇസ്ലാമിനകത്ത് പെണ്ണുങ്ങൾ എന്ന് പറയുന്ന വിഭാഗം, സ്ത്രീകൾ എന്ന് പറയുന്ന വിഭാഗം എന്നും ഈ രീതിയിൽ അവർക്ക് ഇന്നത്തെ മൂല്യങ്ങളിലേക്കോ പുരോഗതിയിലേക്കോ ഒട്ടും എത്തിച്ചേരാൻ കഴിയാത്ത ഒരു മദ്ലൂമീങ്ങളാണ്. രിജാൽ എന്നും ഖവ്വാമാണ്. ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ് ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്ട്രാറ്റജിയുടെ സ്വഭാവം എങ്ങനെയാണ്, എങ്ങനെയാണ് നമുക്ക് ഈ ന്യൂ ജനറേഷൻ അതിനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുക? വളരെ നീണ്ടൊരു ചോദ്യമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ ഇന്നും നമ്മുടെ വീടുകളൊക്കെ നിരീക്ഷിച്ചാൽ കാണാൻ പറ്റും. അടുത്ത കാലം വരെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നൊരു സ്ഥിതിയാണ്. എന്താന്ന് വെച്ചാൽ വീട്ടിലെ മരുമകൾ ആർത്തവമുള്ള സമയത്ത് വല്ലാതെ വേദനിച്ച് പൊളയുന്നുണ്ടാവും. വീട്ടിലുള്ള ഇളയച്ചൻ അവളുടെ ഭർത്താവിൻ്റെ അനിയൻ ഒരു ജീൻസ് പാൻ്റ് അവിടെ ഊരിട്ട് പോയിട്ടുണ്ടാവും. വാഷിംഗ് മെഷീനൊന്നും ഇല്ലാത്ത വീടായിരിക്കും. അങ്ങനെ അത് വെള്ളത്തിൽ മുക്കി 5-6 കിലോ ഉള്ള ഈ പാൻസ് ഇവളെടുത്ത് തിരുമ്പും. മരുവളാണല്ലോ. ഈ മൂല്യം നമ്മൾ അസിമുലേറ്റ് ചെയ്തത് ഇവിടുത്തെ ബ്രാഹ്മൺ കൾച്ചർ എന്നാണ്. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ നമ്മളെ വീട്ടിലൊന്നും പലരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ശ്രദ്ധിച്ചാൽ നമുക്ക് പലതും കാണാൻ പറ്റും. നമ്മുടെ വീടുകളിൽ വിരുന്നുകാർ വരുന്നു, ചിക്കനോ മട്ടനോ ഒക്കെ വാങ്ങുന്നു, എന്നിട്ട് നന്നായി കുക്ക് ചെയ്തിട്ട് വിരുന്നുകാർക്ക് എത്തിച്ചു കൊടുക്കുന്നു.
ഒരു 3 മണിക്കൂർ അടുപ്പത്ത് നിന്ന് പൊരിഞ്ഞിട്ടുണ്ടാവും വീട്ടിലെ പെണ്ണുങ്ങൾ. ഇവർ തിന്നു കഴിഞ്ഞ് ബാക്കി അടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതിനെ വീട്ടിൽ മകളുണ്ടെങ്കിൽ അമ്മായിമ്മ മകൾക്ക് ആദ്യം കൊടുക്കും, എന്നിട്ടുണ്ടെങ്കിലേ മരുമക്കൾക്ക് കൊടുക്കുള്ളൂ. നമ്മളെ ഉമ്മാനോടും വല്യമ്മാനോടൊക്കെ ചോദിച്ചാൽ ഇത്തരം അനുഭവങ്ങൾ ഒരുപാടുണ്ടാവും. മഹത്തായ ഭാരതീയ അടുക്കള എന്നൊരു സിനിമ ഇവിടെ ഇറങ്ങി, ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു. ഈ ഭാരതീയ അടുക്കളകളെ നാം സ്വാംശീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ വീട്ടിൽ ഉപ്പേരി അരിയാനും മറ്റു പല കാര്യങ്ങൾക്കും ആയിഷ ബീവിയെ സഹായിക്കാറുണ്ടായിരുന്നു എന്ന ഐഡിയൽ ഇസ്ലാമിക് ഫാമിലിയുടെ അടിസ്ഥാനങ്ങളെ നാം നിരാകരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ആ ഓട്ടയിലൂടെയാണ് ഈ ലിബറലിസം ആണെങ്കിലും ഫെമിനിസം ആണെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലേക്ക് ചേരട്ട വരുന്ന പോലെ അരിച്ചരിച്ചു വന്നത്. അപ്പൊ ഇങ്ങനൊരു സാഹചര്യം മുമ്പ് സമദാനി സാഹിബൊക്കെ പ്രസംഗിക്കണത് കേട്ടിട്ടുണ്ട്. സ്വന്തം തൊട്ടടുത്ത വീട്ടിലെ പിന്നെ ഉഷ ചേച്ചിയും ശ്രീമതി ചേച്ചിയും ഒക്കെ ചില സമയങ്ങളിലാണ് നമ്മുടെ വീട്ടിൽ പാർക്കാൻ വരുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലായിരുന്നില്ല. പിന്നെ മുതിർന്നപ്പോഴാണ് മനസ്സിലായത്, അവർക്ക് ആർത്തവം ഉണ്ടാകുന്ന സമയത്ത് വീട്ടിൽ നിൽക്കാൻ പറ്റാതെ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. ഇങ്ങനെ ഈ അടുത്ത കാലം വരെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. 2 വർഷം മുമ്പാണ് എന്നോട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു വ്യക്തി പറഞ്ഞത്. അദ്ദേഹം അമുസ്ലിമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ മലക്ക് പോയ ഒരുപാട് ചെക്കന്മാരുണ്ട്, അതുപോലെ ഞാൻ കാണുന്നുണ്ട്. ഓല് മലക്ക് പോയിട്ട് പിന്നെ ബസ്സിൽ കണ്ടക്ടറായിട്ടും ക്ലീനറൊക്കെ ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ബസ്സിൽ ആർത്തമുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവില്ലേ, എന്താ അവരെ വിചാരം എന്ന് ചോദിച്ച് വികാരാധീനനായത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇതേ സമയം ആയിഷാബിയുടെ മടിയിൽ അള്ളാഹുവിന്റെ റസൂല് തലവെച്ച് കടന്നിട്ട് എനിക്ക് ആർത്തവമുണ്ട് നബിയെ എന്ന് പറയുമ്പോൾ അതിനെന്താണ് കുഴപ്പം എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. ഇതൊക്കെ നമ്മുടെ മതപ്രഭാഷണങ്ങളിൽ നിന്നും സീഡികളിൽ നിന്നും ഒക്കെ എടുത്തു പോവുകയും പെണ്ണേ നിനക്ക് സ്വർഗത്തിൽ പോകണ്ടയോ എന്ന് സാധാരണഗതിയിൽ ട്രോളപ്പെടുന്ന തരത്തിലുള്ള, അതൊക്കെ പിന്നെ ട്രോൾ ലാംഗ്വേജായി മാറി. അത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ എത്ര ആയിഷമാരുണ്ട് എന്ന് പ്രാസ്ഥാനികമായിട്ടൊരു ക്യാമ്പയിൻ നടത്താൻ നമുക്ക് ധൈര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഉഷമാരൊക്കെ തന്നെയാണ്, അടച്ചാക്ഷേപിക്കല്ല. ഒരുപാട് നമ്മൾ മാറിയിട്ടുണ്ട്. ഒരുപാട് പിന്നെ അഖ്ലാഖ് മുസ്ലിങ്ങളുടെ അഖ്ലാഖ് ബേസ് ചെയ്തിട്ട് ഒരുപാട് കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സംഭവത്തിന് ഏണി വെച്ചു കൊടുത്തത് എല്ലാവരെയും കൂടെ നമ്മളും കൂടെയാണ്. അപ്പോ ഈ ഒരു ഓട്ടയിലൂടെയാണ് നാം യഥാർത്ഥ മുസ്ലിങ്ങളായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫാമിലി സംബന്ധമായ വിവരങ്ങൾ കൂടുതൽ ഡാറ്റ നമ്മൾ എടുത്തിട്ടില്ല. ഇനി എടുത്താൽ തന്നെ നമ്മളത് ഒരു സാമൂഹികമായ യാഥാർത്ഥ്യമായിട്ട് അതിനെ രൂപീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ആയിഷാ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് സാധനങ്ങൾ കൊടുന്നു കൊടുക്കുകയും ആയിഷാ ബീവി അപ്പോൾ ദേഷ്യത്തിലായിരുന്നു. അത് എറിഞ്ഞുടക്കുകയും ഒന്നും മുണ്ടാതെ നബി അവിടുന്ന് പെറുക്കി പോവുകയും ചെയ്തൊരു സാഹചര്യം ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് നമ്മുടെ പഠിക്കുന്ന കണ്ടന്റുകളിലൊക്കെ ഉൾപ്പെടുന്നതാണ്. ഹുദൈബിയ സന്ധിയുടെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ആളുകൾക്കൊക്കെ ഭയങ്കര വലിയൊരു ഏകപക്ഷീയമായിട്ട് നബി തീരുമാനമെടുത്ത പോലെ തോന്നാം അല്ലേ. നമ്മൾ ഇരകളായി, നമുക്ക് പ്രതികരിക്കണം. നമുക്കിപ്പോൾ പലപ്പോഴും അങ്ങനെ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, എന്തുകൊണ്ട് പ്രതികരിച്ചില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ ഇനി എങ്ങനെ തീരുമാനം എടുക്കും? ആളുകളൊന്നും പെട്ടെന്ന് തഹല്ലുലാവുന്നില്ല, തിരിച്ചു പോകുന്നില്ല, മക്ക യുദ്ധം ചെയ്തേ തീരൂ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടെന്റിലേക്ക് കയറി വന്നിട്ട് ഉമ്മു സലമ ബിയുടെ അഭിപ്രായം ചോദിക്കുക. നീ എന്താ ചെയ്യുക? ഭാര്യയോടാണ് ചോദിക്കുന്നത്. നിങ്ങളൊക്കെ കുടുംബത്തിൽ ചിലപ്പോൾ അനുഭവം ഉണ്ടാവും. സ്വന്തം ഉപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളെ ഭാര്യനോട് ഒരു വിഷയത്തിൽ അഭിപ്രായം ചോദിച്ചു നോക്കി, എങ്ങനെ ഉണ്ടാവും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഉമ്മു സലമ ബീവിയോട് ചോദിക്കും. ഉമ്മു സലമ ബീവി നിങ്ങളങ്ങോട്ട് തഹല്ലുൽ ആയിക്കോളൂ, നിങ്ങളങ്ങോട്ട് തലമുണ്ടനം ചെയ്തിട്ട് നിങ്ങളങ്ങോട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ആളുകൾ സാവധാനം റെഡി ആയിക്കോളൂ. ഹക്കീം ഫൈസി ഉസ്താദിന്റെ പ്രഭാഷണത്തിലാണ് ഞാൻ അത് കേട്ടു. ഒരു ദിവസം മർക്കസിൽ എൻ്റെ പങ്ങന്മാരുടെ രക്ഷിതാവായിട്ട് ഞാൻ പോയപ്പോൾ ഉസ്താദിന്റെ സംസാരത്താണ് കേട്ടത്. ഈ ഒരു മൂല്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉസ്താദിന് വഫിയ സിസ്റ്റവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പൊ ഇത് ഉൾക്കൊണ്ട ആളുകളൊക്കെ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ മാറ്റങ്ങൾക്ക് നമ്മൾ വഴി തിരിച്ചു കൊടുക്കുകയാണ്, അതിന്റെ കൂടെ നിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ മൂല്യങ്ങൾ, നമ്മുടേതായ മൂല്യങ്ങൾ മാറ്റിവെക്കുകയും അതിനെ പഴഞ്ചനായിട്ട് കാണുകയും അതിനെ പഠിക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഫെമിനിസ്റ്റ് ലോജിക്കുകളൊക്കെ കയറി വരും. പിന്നെ ഇവിടെ പ്രൊപ്പഗണ്ടയിലൂടെ ഉണ്ടാക്കിയെടുത്ത കുറെ സംഭവങ്ങളുണ്ട്.
പിന്നെ ഈക്വാലിറ്റി. എന്താണ് ഇപ്പൊ ഈക്വാലിറ്റി? നിങ്ങളൊന്ന് ആലോചിക്കുക, എന്താണ് ഈക്വാലിറ്റി? ഇപ്പൊ നടി, പേര് ഞാൻ പറയുന്നത്, ഒരു നടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ അന്ന് അമ്മയുടെ ഔദ്യോഗിക പ്രസ്താവന, സിനിമാക്കാരുടെ സംഘടനയുടെ അമ്മയുടെ ഔദ്യോഗിക പ്രസ്താവന വന്നത് എന്താണ്? നടിമാരൊറ്റക്ക് പുറത്തിറങ്ങരുത്, നടിമാരൊറ്റക്ക് പുറത്തിറങ്ങരുത്, കാരണം സേഫ് അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദീ ഇബ്നു ഹാത്തിമിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് അസ്ലിം തസ്ലം, അദീ നിങ്ങൾ മുസ്ലിം ആയിക്കോളി. നിങ്ങൾക്ക് പിന്നെ ശത്രുക്കളാണോ നിങ്ങൾക്ക് പ്രശ്നം? മുസ്ലിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ശത്രുക്കൾ ഉള്ളതാണോ നിങ്ങൾക്ക് പ്രശ്നം? അങ്ങനെയാണെങ്കിൽ പേർഷ്യൻ സാമ്രാജ്യങ്ങളുടെ വെള്ള കൊട്ടാരങ്ങളൊക്കെ നമുക്ക് കീഴിൽ വരുന്നൊരു കാലമുണ്ട്. പിന്നെ ചോദിക്കും, മുസ്ലിങ്ങളിൽ പിന്നെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയണം, സുരക്ഷിതത്വം ഇല്ലാത്തതാണോ പ്രശ്നമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു സ്ഥലം പറയുന്നുണ്ടല്ലോ, അതിന്റെ ഇന്നത്തെ കൂഫയുടെ ഒരു ഭാഗമാണ്, സന്നാവുൽ ഹദർമൂത്തല്ല, അത് വേറൊരു റിപ്പോർട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഇറാഖിലെ പേർഷ്യയിലെ ഒരു സ്ഥലം, അവിടെ നിന്നും ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അവിടെ നിന്നും ഒറ്റയ്ക്ക് ഒരു പെണ്ണിന് മക്കയിൽ വന്നിട്ട് കഅബ തവാഫ് ചെയ്ത് തിരിച്ചു പോകാൻ പറ്റും. ഇന്നിപ്പോൾ അത് നോക്കുമ്പോൾ ഏകദേശം 1600-2000 അടുത്ത് കിലോമീറ്റർ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഭാവന ചെയ്ത സ്ത്രീ സുരക്ഷ അതാണ് അല്ലേ? അപ്പൊ ഒരു പെണ്ണിന് അങ്ങനെ ഒറ്റയ്ക്ക് വരണമെങ്കിൽ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ടോ പോലീസ് ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. മനുഷ്യന്മാരുടെ ഉള്ളിൽ തോന്നണ്ടേ ഞാനൊരു പെണ്ണിനെ ശല്യം ചെയ്യണ്ട. ഇപ്പൊ മല്ലു അനലിസ്റ്റ്, നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ടോ മല്ലു അനലിസ്റ്റ്? ഞാനിപ്പോൾ അയാൾക്ക് കൂടുതൽ വ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയില്ല. ശക്തമായിട്ട് മതത്തിനെതിരെയും പുരുഷാധിപത്യത്തിനെതിരെയും മതങ്ങൾക്കെതിരെയൊക്കെ പറയുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, സ്ത്രീകളെ നിങ്ങൾ ഭയക്കരുത്. അപ്പോൾ പീഡനങ്ങളെ എങ്ങനെ നേരിടാം എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ കണ്ടപ്പോൾ ഞാൻ കയറി നോക്കിയതാണ് യൂട്യൂബിൽ. അപ്പൊ ഞാൻ വളരെ പ്രതീക്ഷയോടാണ് കയറി, കാരണം പിന്നെ ആണധികാരത്തെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ. കയറിയപ്പോൾ മല്ലു അനലിസ്റ്റ് പറയുന്ന ഒരു പരിഹാരമാണ്. അങ്ങനെ കേട്ടിട്ട് കുറെ ചിരിച്ച്, നിങ്ങൾ പോലീസിൽ പരാതിപ്പെടണം, നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാൽ, നിങ്ങൾ ശല്യം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ പുറത്തു പറയാൻ മടിക്കരുത്. ഇതൊക്കെയാണ് ഇപ്പൊ പരിഹാരം. ആത്യന്തികമായ ഒരു മനുഷ്യന് ഉള്ളിൽ നിന്ന് തോന്നണ്ടേ ഞാൻ ശല്യം ചെയ്യരുത്. ശല്യം ചെയ്താൽ പിടിക്കപ്പെടുമോ? പിന്നെ അതൊഞ്ഞ് പിടിക്കപ്പെട്ടാൽ തന്നെ ഗോവിന്ദശാമിയെ പോലെ തടിയൊന്നും കൂടി ഉഷാറാക്കി പുറത്തിറങ്ങുമെന്നുള്ള വേറെ വിഷയം. ഇത് പിടിക്കപ്പെടുന്നതിന് മുമ്പ് ഗദ്ദുൽ ബസർ എന്ന് പറഞ്ഞിട്ടൊരു പരിഹാരം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നിട്ടില്ലേ? അത് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് സ്ത്രീ ശരീരത്തിന്റെ മറക്കേണ്ട ഭാഗങ്ങളൊക്കെ കുറിച്ച് പറയുമ്പോൾ അത് ഭയങ്കര അപരിഷ്കൃതമാണ്. തവക്കുൽ കിർമാനോടാണ് ചോദിച്ചു തോന്നുന്നുണ്ട് അല്ലേ, നിങ്ങൾ നോബൽ സമ്മാനമൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ ഈ മൂടി പോസ്റ്റ് നടക്കുന്നത് എന്തിനാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞാണ്, ഞാൻ സിവിലൈസേഷൻ ചരിത്രം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, മനുഷ്യൻ പരിണാമത്തിന്റെ ആദ്യഘട്ടത്തിൽ വസ്ത്രം ധരിക്കാതെയാണ് പിന്നെ മെല്ലെ മെല്ലെ മറച്ച് ധരിച്ചു വന്നതാണ്. അപ്പൊ ഞാനിപ്പോൾ ഏറ്റവും സിവിലൈസ്ഡ് ആയ ഡ്രസ്സാണ് ധരിച്ചത് എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ആ ഒരു മറുപടി. എനിക്കൊരു പേഴ്സണൽ അനുഭവം ഉണ്ടായിട്ട്, ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ മലേഷ്യയിൽ പോയപ്പോൾ എൻ്റെ ഭാര്യയുമായിട്ട് പോയപ്പോൾ അവിടുത്തെ പെട്രോണസ് ടവർ ഉണ്ട്, ട്വിൻ ടവർ. അതിൻ്റെ മുമ്പിൽ ഞങ്ങളൊരു സെൽഫി എടുത്തു. എന്നിട്ട് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ നമ്മളൊക്കെ എല്ലാവരും ചെയ്യുന്ന പോലെ വൈഫിൻ്റെ മുഖത്തിന് വരെ നമ്മളൊരു ഇമോജി വെക്കും അല്ലേ, അന്യപുരുഷന്മാരെ കാണാക്കാൻ വേണ്ടി. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കളിയാക്കിയിട്ട് പറഞ്ഞു, എടോ അന്യ സ്ത്രീകൾ അന്നെ കാണൂലേ അല്ലേ, അന്യ സ്ത്രീകൾ അന്നെ കാണൂലേ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്തുകൊണ്ടാണ് സ്ത്രീക്ക് മാത്രം പ്രത്യേക ഹിജാബ്? അതിന് ഉത്തരം നിങ്ങളൊരു റിയാലിറ്റി ഷോന്റെ വീഡിയോ കണ്ടാൽ മതി. അവിടെ മുഴുവൻ ധരിച്ചു വരിക ആരാണ്? ആണുങ്ങളാണ്. അവിടെ ഫോർക്കൊക്കെ ഇട്ട് വരിക, വളരെ ചെറിയ വസ്ത്രങ്ങൾ ധരിച്ചു വരിക ആരാണ്? സ്ത്രീകളാണല്ലോ. അതാണല്ലോ കൂടുതൽ. സ്ത്രീകളാവുമ്പോൾ കുറച്ച് ധരിക്കണം എന്നും പുരുഷന്മാരാകുമ്പോൾ കൂടുതൽ ധരിക്കണം എന്നുള്ളത്, അതാണ് സൗന്ദര്യബോധം എന്ന് ഇവിടുത്തെ പ്രൊപ്പഗണ്ട തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ ബുദ്ധിയോ എൻ്റെ വ്യക്തിത്വമോ എൻ്റെ അഖ്ലാഖോ എൻ്റെ എത്തിക്സോ ഒന്നും അല്ല ഒരാളെ ഫസ്റ്റ് അപ്പിയറൻസിൽ എങ്ങനെ ഇംപ്രസ് ചെയ്യാൻ പറ്റും, അതാണ് സൗന്ദര്യം എന്നുള്ളത്. ഒരു ലിബറൽ പെണ്ണിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ചില സ്റ്റാൻഡേർഡ് വെച്ചിട്ട് പുരുഷന്മാരാണല്ലോ ലിബറലിസത്തിന്റെ ആ സ്റ്റാൻഡേർഡൊക്കെ ഉണ്ടാക്കിയത്, പരസ്യങ്ങളിലൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനോട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അപ്പൊ അവരും ആ അധികാരത്തിന് വിധേയരാണ്. അരിജാലു ഖവാമുനൊക്കെ അവിടെ നിൽക്കട്ടെ. ലിബറൽ സ്റ്റാൻഡേർഡ്സ് പ്രയോഗിക്കുന്ന, സമൂഹത്തിൽ പ്രൊപ്പഗണ്ടയിലൂടെ, പരസ്യങ്ങളിലൂടെ, മീഡിയകളിലൂടെ ഒക്കെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു മിഷേൽ ഫൂക്കോയുടെ ഭാഷയിൽ പറഞ്ഞ നോർമലൈസ്ഡ് പവർ, ഞാൻ ഇങ്ങനെ നടന്നാലാണ് അത് പുരോഗമനമാവുകയുള്ളൂ എന്ന് പറയുന്ന ഒരു അധികാര ഘടനയ്ക്ക് അതിനോട് അനുസൃതമായി മുന്നോട്ട് പോകാൻ ഓരോ ലിബറൽ പെണ്ണും നിർബന്ധിതയാണ്. അപ്പൊ അവിടെ ചോയ്സ് ഉണ്ടോ? ചോയ്സിനെ കുറിച്ചാണല്ലോ ഇവർ പറയുന്നത്. ഞങ്ങൾക്ക് ചോയ്സ് ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. ആ ചോയ്സിന്റെ അവസ്ഥയാണ് പറയുന്നത്. ഫാരിസ് അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്, സാന്ദർഭിക ഉണർവ്. എന്നാൽ വിശുദ്ധ ഇസ്ലാമിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് ചോയ്സ് അല്ല, സബ്മിഷനാണ്.
ഇപ്പൊ നിലവിൽ ഇന്ത്യയിലെ നിയമപ്രകാരം ഉദാഹരണം പറയാം, ചൈൽഡ് പോണോഗ്രഫി പിന്നെ ബാൻഡാണ്. അതിന്റെ കണ്ടന്റ് കീപ്പ് ചെയ്യല്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത് കാണല് അല്ലെങ്കിൽ അത് കൈമാറല് എല്ലാം ബാൻഡാണ്. ചൈൽഡ് അല്ലെങ്കിൽ അഡൾട്ട് പോണോഗ്രഫി ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ എന്തായി, ഒരാൾക്ക് ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് അയാളുടെ ഫോണിൽ ഇരുന്നിട്ട് കണ്ടെന്താ കുഴപ്പം? ഉടലിന്റെ അവകാശമല്ലേ, സ്വാതന്ത്ര്യമല്ലേ? ഇല്ല. ലിബറലിസത്തിനും എന്തുണ്ട്? നിങ്ങൾ ക്ഷമിക്കൂ മുഅ്മിനീങ്ങളെ എന്നുള്ളൊരു വാക്ക് ഒരു ശൈലി അവരും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? മുഅ്മിനീങ്ങളെ ക്ഷമിക്കൂ എന്ന് നമ്മൾ പറയുന്ന പോലെ. അപ്പൊ നമ്മള് വിശുദ്ധ ഇസ്ലാമിലൊരു 60% സ്വാതന്ത്ര്യം, ലിബറലിസം ആകുമ്പോൾ ഒരു 80% സ്വാതന്ത്ര്യം. ഇതല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു സിസ്റ്റം ഇല്ലാതെ, ഒരു വ്യവസ്ഥാപിതമായ ഒരു അന്തരീക്ഷം അല്ലാതെ മനുഷ്യന്മാർ മുന്നോട്ട് പോകില്ല. അതുകൊണ്ടല്ല ഇപ്പൊ ഗവൺമെന്റുകളുള്ളത്. ഗവൺമെന്റുകളോട് നമ്മൾ പറയണത് എന്താണ്? പിന്നെ ഇപ്പൊ നമുക്ക് ഹെൽമെറ്റ് ധരിക്കണം, മാസ്ക് ധരിക്കണം. എന്തെങ്കിലും കച്ചവടം നടത്തുകയാണെങ്കിൽ അതിന്റെ എത്ര ശതമാനം ഗവൺമെന്റിന് പോകണം? GST. എവിടെ നമുക്ക് ടാക്സ് ഇല്ലാത്തത്? എന്നിട്ട് നമുക്ക് നീതി കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ഗവൺമെന്റ് പിരിച്ചുവിടണം എന്ന് പറയുന്നുണ്ടോ? എല്ലാവിധ അധികാരത്തോടെയും ഗവൺമെന്റ് നമ്മെ വരിഞ്ഞു മുറുക്കുന്നു. എന്നിട്ടും എൻ്റെ സ്വാതന്ത്ര്യം ഗവൺമെന്റ് കവർന്നെടുത്താലും ശരി, കുഴപ്പമില്ല. പകരം എനിക്ക് ഫ്രീഡം, എൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തി തന്നാൽ മതി എന്നുള്ളതാണല്ലോ ഗവൺമെന്റും നമ്മളുള്ളൊരു ലോജിക്ക്. സോഷ്യൽ കോൺട്രാക്ട് തിയറിയൊക്കെ അതാണ് പറയുന്നത്. മനുഷ്യൻ സമ്പൂർണ്ണ സ്വതന്ത്രനാണ്. പക്ഷെ മനുഷ്യന് മേൽ അവന്റെ ഗവൺമെന്റ് അധികാരം ചെലുത്താൻ പറ്റിയ ചില സമയങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ സോഷ്യൽ കോൺട്രാക്ട് തിയറി വെച്ചിട്ടാണ് ഗവൺമെന്റുകളുടെ സാന്നിധ്യത്തെ വിശദീകരിക്കുന്നത്. വെസ്റ്റിൽ നിന്നൊക്കെ വന്ന ഫിലോസഫിയിൽ തന്നെ അതുള്ളതാണ്. അപ്പൊ മനുഷ്യന്മാരൊക്കെ അംഗീകരിച്ചതാണ്, കുറച്ച് എൻ്റെ സ്വാതന്ത്ര്യം എടുത്തു കഴിഞ്ഞാലും ശരി, എനിക്ക് സംരക്ഷണം ഉറപ്പാക്കുക എന്നാണെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു സാധനം കുടുംബത്തിൽ അപ്ലൈ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്, സ്ത്രീയും പുരുഷനുള്ള ബന്ധത്തിലൂടെ. അതുകൊണ്ടാണ് ഇമാം റാസി പറഞ്ഞത് അർരിജാലു ഖവ്വാമുന അല നിസാ എന്നുള്ളതിന്റെ തഫ്സീറിൽ പറഞ്ഞത് ഫകഅന്നമാ ലാ ഫദ്ല അൽബത്ത. ഫകഅന്നമാ ലാ ഫദ്ല അൽബത്ത എന്ന് പറഞ്ഞാൽ പുരുഷന് ഇന്നാലിന്ന ഉത്തരവാദിത്തങ്ങൾ, സ്ത്രീക്ക് ഇന്നാലിന്ന ഉത്തരവാദിത്തങ്ങൾ, പുരുഷന് ഇന്നാലിന്ന അവകാശങ്ങൾ, സ്ത്രീക്ക് ഇന്നാലിന്ന അവകാശങ്ങൾ. ഇത് രണ്ടുപേരും കോമ്പറ്റിറ്റീവ് ആയിട്ടല്ല പോകേണ്ടത്, മറിച്ച് കൊളാബറേറ്റീവ് ആയിട്ടാണ് പോകേണ്ടത് എന്ന് വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇമാം റാസി പറയണത് അർരിജാലു ഖവ്വാമൂന അല നിസാഇ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം എന്നാണ് പ്രയോഗം. ചിലരേക്കാൾ അള്ളാഹു ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. ഫദ്ദല റിജാല അല നിസാഇ എന്നല്ല പറഞ്ഞത്, ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ എന്നാണ് പറഞ്ഞത് എന്ന് ഒരു മുഫസ്സിർ വ്യക്തമായി പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ചില പെണ്ണുകൾ വളരെ സ്ട്രോങ് ആയിരിക്കും ആണുങ്ങളെക്കാളും, ചില ആണുങ്ങൾ വളരെ വീക്കായിരിക്കും പെണ്ണുങ്ങളെക്കാളും. അപ്പൊ ഫെമിനിസ്റ്റുകൾ ഉയർത്തുന്ന ഒരു ലോജിക് ഞാനിപ്പോ പറഞ്ഞെങ്കിൽ മനസ്സിലായല്ലോ. ഈ അധികാരം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അധികാരം ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അധികാരം എന്ന് പറഞ്ഞാൽ അതൊരു പ്രിവിലേജ് അല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് അബൂദർ റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുന്നുണ്ട്, നബി എന്നെ നിങ്ങളെന്താ ഗവർണർ ആക്കാത്തത്? നിങ്ങളെ ഗവർണർ ആവാന്നൊക്കെ പറഞ്ഞ് എനിക്ക് വലിയ ക്രെഡിറ്റ് ആണല്ലോ എന്ന് ചോദിച്ചപ്പോ പിന്നെ അബൂദർ റളിയല്ലാഹുവിനോട് റസൂലുള്ള പറയുന്നുണ്ട്, ഇന്നഹാല അമാന ഇന്നഹ യൗമൽ ഖിയാമത്തി ഖിസ്യും വനദാമ. അത് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഉത്തരവാദിത്തം. അത് ഒരു പക്ഷെ നമ്മളെ അപമാനത്തിലേക്കും പിന്നെ ഖേദത്തിലേക്കും കൊണ്ടുപോകാം, നീതി പാലിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി. ഇതാണ് അധികാരത്തെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ സങ്കല്പം. അപ്പൊ ഒരു പുരുഷന്റെ മേലുള്ള ഒരു പുരുഷൻ സ്ത്രീക്ക് മേലെ അധികാരം പ്രയോഗിക്കുമ്പോൾ അതിന്റെ മാനദണ്ഡങ്ങൾ എന്താന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. ഒരു പെണ്ണ് പറയണേ എനിക്ക് എല്ലാ വെള്ളിയാഴ്ച ഇറച്ചി വേണം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമല്ല വാങ്ങിക്കൊടുക്കല്. നമ്മളൊക്കെ ഫത്വൽ ഓതിയ ആൾക്കാരല്ലേ, ഇതിലിരിക്കണ ഭൂരിഭാഗം ആളുകളും. പക്ഷെ ഈ ഒരു സാധനം ഇവിടുന്ന് അങ്ങോട്ട് പറയും എങ്ങനെ നല്ല ഭാര്യയാവാം. ഇഷ്ടം പോലെ CD-കൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിരുന്നു. നല്ല ഭർത്താവുന്നതിനെ കുറിച്ച് ഇപ്പോൾ റീസെന്റ് ആണ് ഇറങ്ങി തുടങ്ങിയത്. ഞങ്ങളാണെങ്കിൽ തന്നെ ഭർത്താക്കന്മാരെ അത് ഉൾക്കൊണ്ടിട്ടുള്ളത് വളരെ പ്രധാനമാണ്. നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ വയസ്സായ ആളുകളുണ്ട്, 30 വയസ്സായ ആളുകളുണ്ട്, കല്യാണം കഴിച്ച 45 വയസ്സായ ആളുകളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി നമ്മളെങ്ങനെയാണ് നമ്മുടെ ഭാര്യമാരോട് പെരുമാറിയത്. നമുക്ക് ഉറപ്പാണ് നമ്മുടെ ഭാര്യ നമ്മൾ ഉപേക്ഷിച്ച് പോകില്ല. നമ്മുടെ ഭാര്യ ഉപേക്ഷിച്ച് പോലെ നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തും ചെയ്യാനുള്ള രീതിയിലാണ് പലരും പെരുമാറുന്നത്. പാസീവ് റിഗ്രഷൻ എന്നതിന് പറയാം. പാസീവ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ട് അടിക്കോ പിന്നെ പീഡിപ്പിക്കോ ഒന്നും ചെയ്യൂലെങ്കിലും പിന്നെ എല്ലാവിധ സ്നേഹം ഉണ്ടാവും. അതിന്റെ ഇടയിൽ പാസീവ് അഗ്രഷൻ അല്ലെ, ആക്റ്റീവായിട്ടുള്ള അഗ്രഷൻ അല്ല, കണ്ട അടിയും പിടിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ മാനസികമായിട്ട് പിടി. ഈ ഒരു സ്വഭാവമൊക്കെ നമ്മുടെ ഫാമിലി ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഐഡിയൽസ് നമ്മൾ എടുത്തില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുള്ള മറുപടി. അപ്പൊ എന്തായാലും അധികാരത്തിന്റെ വിഷയം വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോ ദേശരാഷ്ട്രങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്.
ഇപ്പോൾ ഒരു സ്ത്രീക്ക് പുരുഷനെതിരെ ഭർത്താവിനെതിരെ പരാതി പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ കുടുംബത്തിൽ അത് പരിഹരിക്കാതെ നേരെ കോടതി, സ്റ്റേറ്റ് അങ്ങനെ പോകാം. നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ദേശരാഷ്ട്രങ്ങളെല്ലാം ലോകക്രമത്തിലേക്ക് വന്ന ഒരു പ്രത്യയശാസ്ത്രം മാത്രമല്ല ഇസ്ലാം. ദേശരാഷ്ട്രങ്ങൾ ഇല്ലെങ്കിലും ഇവിടെ നിലനിന്ന് പോകണം, കുടുംബങ്ങൾക്ക് ജീവിച്ചു പോകണം. മിഡീവൽ പീരീഡിൽ ഇവിടെ കുടുംബങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഭർത്താവിനെതിരെ പരാതി പറഞ്ഞാൽ സ്റ്റേറ്റ് നടപടി എടുക്കുന്ന ഒരു പെണ്ണിന് ഉറപ്പുണ്ടെങ്കിലല്ലേ. ഉറപ്പുള്ള പെണ്ണുങ്ങളുണ്ടാവും, ഉറപ്പില്ലാത്ത പെണ്ണുങ്ങളുണ്ടാവും. എല്ലാവർക്കും ആ നടപടി ഉണ്ടാവുണ്ടോ? നീതി കിട്ടുന്നുണ്ടോ? അപ്പൊ ഇത് വർക്ക് ചെയ്യേണ്ടത് മനുഷ്യന്റെ ഉള്ളിലാണ്, തലച്ചോറിലാണ്. ഞാനിത് ചെയ്യാൻ പാടില്ല. എന്താണ് പിന്നെ ഖൈറുക്കും ലി അഹ്ലിഹി അല്ലാഹു റസൂൽ പറഞ്ഞു. അത് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞാണ് അതിന് കാരണം. റസൂൽ അങ്ങനെ പറയാൻ കാരണം എന്താ? നമ്മൾ ഏറ്റവും ഡീസന്റ് ആയി പെരുമാറുക പുറത്താണ്. നമ്മുടെ ഭാര്യയോടൊക്കെയാണ്, ഏറ്റവും അടുത്ത ആളുകളോടാണ് നമ്മൾ അവിടെ ഏറ്റവും ബാഡായിട്ടുള്ള മുഖം എടുക്കുക. കാരണം അവര് നമ്മളെ തള്ളിപ്പറയല ഉറപ്പാണ്. അവരെന്തായാലും നമ്മളെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളൂ നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ പറഞ്ഞത് ഖൈറുക്കും ലി അഹ്ലിഹി. അപ്പോ ഇത് സംബന്ധമായിട്ട് തന്നെ പഠനങ്ങൾ വന്നുകൊടുക്കണം. ഇപ്പൊ നമ്മളൊക്കെ മനസ്സിൽ പുരോഗമനം എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യയും ജോലിക്ക് പോകണം, ഭർത്താവും ജോലിക്ക് പോകണം. അത് മാത്രമാണ് പുരോഗമനം. അത് പുരോഗമനം അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ലിബറൽ സ്ത്രീയെ സംബന്ധിച്ച് പുറത്ത് പോകണം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആളാണ് ഇവിടെ ഇരിക്കുന്ന മിക്ക ആളുകളും ഭാര്യമാര് പുറത്തു പോയി ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷെ പോയാൽ മാത്രമേ അത് പുരോഗമനമാവുള്ളൂ എന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് അത് സംബന്ധമായി കുറെ പഠനങ്ങൾ വന്നു കഴിഞ്ഞു. ഇപ്പൊ സൂസൻ വെങ്കർ, നമ്മളൊക്കെ സെർച്ച് ചെയ്ത് കിട്ടും. സൂസൻ വെങ്കറിന്റെ ഒരു പുസ്തകമുണ്ട്, 2010 തോന്നുന്നു ഇറങ്ങിയത്, ദ ടു ഇൻകം ട്രാപ്പ്. ഭാര്യയും ഭർത്താവും രണ്ടുപേരും കൂടെ പിന്നെ വരുമാനം കുടുംബത്തിലേക്ക് ഉണ്ടാക്കുക എന്നുള്ള ഒരു സങ്കല്പം, അതൊരു ട്രാപ്പാണെന്നാണ് സൂസൻ വെങ്കർ പറയുന്നത്. 2004 മുതൽ ഫെമിനിസത്തിന്റെ ദുർവാദങ്ങൾക്കെതിരെ എഴുതിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി, പിന്നെ ഒരു സ്ത്രീയാണ് അവര്. 2014 അവരൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ഹൗ ടു സ്റ്റേ ഹിച്ച്ഡ് ആൻഡ് ഹൗ ടു ഗെറ്റ് ഹിച്ച്ഡ് ആൻഡ് ഹൗ ടു സ്റ്റേ ഹിച്ച്ഡ്. എങ്ങനെ കല്യാണം കഴിക്കാം, എങ്ങനെ കല്യാണം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കാം. ഇതിലൊരു പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ കരിയർ, കുടുംബം, രണ്ട് സാധനങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുണ്ടാവും. ഈ കുടുംബത്തിനെ കേന്ദ്രീകരിച്ചാണ് നിങ്ങൾ കരിയർ സെറ്റ് ചെയ്യേണ്ടത്. കരിയർ വേണം, അല്ലാതെ കരിയറിനെ കേന്ദ്രീകരിച്ച് കുടുംബം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സൂസൻ വെങ്കർ ഡയറ്റ് ഒക്കെ വെച്ച് പറയുന്ന ഒരാളാണ്, വെറുതെ തള്ളുകയല്ല. മതപ്രഭാഷകർ മാത്രമല്ല അത് പറയുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സൂസൻ വെങ്കർ അതിൽ വേറൊരു ഡാറ്റ പറയുന്നുണ്ട്. ഈ ഡേറ്റിംഗ് ആപ്പുകൾ $1 ബില്യൺ ഇൻഡസ്ട്രി ആണല്ലോ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിലൊന്നും അല്ലാതെ എത്തിയിട്ടില്ല. ഡേറ്റിംഗ് ആപ്പുകളിൽ മിക്ക പെണ്ണുങ്ങളും ചോദിക്കുന്നത്, സംഭവം നമ്മൾ ഡേറ്റിംഗ് ഒക്കെ തന്നെയാണ്, പക്ഷെ അഥവാ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളുടെ അച്ഛനായിട്ട് എൻ്റെ കൂടെ നിൽക്കുമോ, എൻ്റെ ഭർത്താവാകുമോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നതാണ് സൂസൻ വെങ്കർ പറയുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാ? സ്ത്രീ അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഫെമിനിസത്തിന്റെ ഇനി ഒരൊറ്റ പോയിന്റ് കൂടി പറയാൻ നിർത്താം. ഫെമിനിസത്തിന്റെ ഒരു ബേസിക് സംഭവം എന്ന് പറയുന്നത് പുരുഷൻ കാലാകാലങ്ങളായിട്ട് സ്ത്രീയെ അടിച്ചമർത്തുന്നു എന്നുള്ളതാണ്. ഇത് തെറ്റാന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ US സെനറ്റ്, ആദ്യത്തെ വനിതാ US സെനറ്റ് അംഗം ഉണ്ടല്ലോ, എന്താ അവരുടെ പേര് ഓർക്കുന്നില്ല. അവര് പറയുന്നുണ്ട്, അവരൊരു ഫെമിനിസ്റ്റാ. ഫെമിനിസത്തിന്റെ ഒന്നാം തരംഗം, ഫെമിനിസ്റ്റ് 4 തരംഗമൊക്കെ ആയി എന്നാണ് ഇപ്പൊ പറയുന്നത്. ഫെമിനിസത്തിന്റെ ഒന്നാം തരംഗത്തിൽ ഉള്ള ഒരാളാണ് അവര്, അതിനെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. അവര് പറഞ്ഞത്, പിന്നെ വോട്ടവകാശം കൊടുത്തപ്പോൾ വെളുത്ത പെണ്ണുങ്ങളും കറുത്ത ആണുങ്ങളും ഉണ്ട്. വെളുത്ത പെണ്ണുങ്ങൾക്ക് വോട്ടവകാശം കിട്ടുന്നതിന് മുമ്പ് കറുത്ത ആണുങ്ങൾക്ക് വോട്ടവകാശം കിട്ടിയാൽ പറ്റൂല. അവർ പ്രതിഷേധിച്ചു. ഫെമിനിസം അതിന്റെ തുടക്കത്തിൽ എന്തായിരുന്നു? വംശീയത, തികച്ചും വംശീയമായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് പറയുന്നത്. അപ്പൊ ചരിത്രം നമ്മൾ മൊത്തം എടുത്തു നോക്കിയിട്ട് ആൺകോയ്മ സ്ത്രീക്കെതിരെ എന്നുള്ളതാണ് വളരെ ലീനിയർ ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്നത്. വളരെ ബ്ലാങ്കറ്റ് ആയിട്ട് ആൺ പെണ്ണിനെ അടിച്ചമർത്തുക എന്നുള്ളതാണ് ചരിത്രത്തിന്റെ ഇതുവരെയുള്ള ഒരു സ്വഭാവം എന്ന് ആമിന വധൂക്ക് അടക്കം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ബ്രിട്ടീഷ് പെണ്ണുങ്ങൾ ഇന്ത്യൻ ആണുങ്ങൾ അടിച്ചമർത്തിയിരുന്നു. US-ലെയും പിന്നെ UK-ലും യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്ന വെളുത്ത പെണ്ണുങ്ങൾ കറുത്ത ആണുങ്ങൾ അടിച്ചമർത്തിയിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന മലയാളികളായ ഹൗസ് ഡ്രൈവർമാരെ അറബികളായ പെണ്ണുങ്ങൾ പലപ്പോഴും അടിച്ചമർത്താണ്, ഹരാസ് ചെയ്യാറ്. അപ്പോൾ വളരെ ബ്ലാങ്കറ്റ് ആയിട്ട് ലോക ചരിത്രത്തിന്റെ സമൂഹത്തിന്റെ ഒരു കിടപ്പ് തന്നെ എന്താണ്? ആണ് പെണ്ണിനെ അടിച്ചമർത്തുന്നു എന്നുള്ളതാക്കി കഴിഞ്ഞിട്ട് ആണിനെ പെണ്ണിന്റെ ശത്രുവായിട്ട് പ്രതിഷ്ഠിച്ചിട്ട് സമൂഹം എങ്ങനെ മുന്നോട്ട് പോകാനാണ്? സൂസൻ വെങ്കർ അത് പ്രത്യേകം പറയുന്നുണ്ട്. ഫെമിനിസത്തിന്റെ 4 നുണകൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു.
പലരും കണ്ടിട്ടുണ്ടാവും. ഫെമിനിസ്റ്റിന്റെ 4 നുള്ളകൾ. അതിൽ ഒന്ന് പറയുന്നത് സെക്സ് ഈസ് ജസ്റ്റ് സെക്സ്. സെക്സ് ഒരു പ്രോമിസ് ഒന്നല്ല, സെക്സ് കഴിഞ്ഞ് പോവാം. എന്നിട്ട് അത് പുരോഗമനാണെന്ന് ധരിച്ചു വെച്ച കുറെ വിദ്യാർത്ഥികൾ, ഭൗതിക ക്യാമ്പസുകളിലൊക്കെ വിദ്യാർത്ഥിനികൾ പല ആളുകളുമായിട്ടും സെക്സിൽ ഏർപ്പെട്ട്, കൺസെഷൻ സെക്സിൽ ഏർപ്പെട്ട് അവരവരുടെ ആവശ്യം കഴിഞ്ഞ് പോയി. ഇവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നില്ല. ഇനിയിപ്പോ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ സെക്സിൽ ഏർപ്പെട്ട ആളൊന്നും ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. അത് കഴിഞ്ഞു, അനക്ക് കൺസെൻസ് ഉണ്ടായിരുന്നല്ലോ, പിന്നെന്താണ് ഈ പ്രശ്നം? അതാണ് പുരോഗമനം. ഇതുകൊണ്ടായിരിക്കും അമ്മ പറഞ്ഞത് എന്ത്, നടിമാർ ഒറ്റക്ക് പുറത്തിറങ്ങരുത്. ഇത് മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. ഇതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിങ്ങൾ ഹഖ്ഖു ത്വരീഖ് പാലിക്കണം. എന്താണ് ഹഖ്ഖു ത്വരീഖ്? ഗദ്ദുൽ ബസർ വകുല്ലിൽ മുഅ്മിനീന യഗ്ദൂന മിൻ അബ്സാരിഹിം വകുല്ലിൽ മുഅ്മിനാത്തി യഗ്ദൂന മിൻ അബ്സാരിഹിൻ. രണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം കണ്ണുകൾ താഴ്ത്തണം, അനാവശ്യമായ നോട്ടങ്ങൾ നോക്കരുത്. ഇത് തന്നെയാണ് ഇതിനുള്ള പരിഹാരം. ഇനി ഇതല്ല പരിഹാരം എന്നുണ്ടെങ്കിൽ ലിബറൽ സ്പേസിലെ പെണ്ണുങ്ങൾ ഒരു പീഡനങ്ങൾക്കും ഇരയാവാത്ത അവസ്ഥ ഉണ്ടാവണമായിരുന്നു. അത് ഉണ്ടായിട്ടില്ലല്ലോ. കുടുംബത്തിന്റെ അവസ്ഥയിൽ സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് സ്ത്രീയെ കുടുംബത്തിന്റെ ക്ലച്ചിൽ നിന്നും പുരുഷന്റെ ഡോമിനൻസിൽ നിന്നും മോചിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക സ്പേസിലേക്ക് ആട്ടി കൊണ്ടുപോവുകയും അതാണ് പുരോഗമനം എന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ സ്പേസ് ഇതിന് ആൾട്ടർനേറ്റീവ് ആണല്ലോ. ആ സ്പേസിൽ ഇങ്ങനെ ഒരു ബദല് വന്നിട്ടില്ലല്ലോ, അതൊരു പരിഹാരമായിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് നോർഡിക് രാജ്യങ്ങളിൽ സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് നോർഡിക് പാരഡോക്സ്. ജെൻഡർ ഈക്വാലിറ്റി ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് IPV കൂടുതൽ, ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസ്. ഏറ്റവും അടുത്ത പാർട്ട്ണറിന്റെ വയലൻസ് കൂടുതൽ ഏറ്റവും ജെൻഡർ ഈക്വാലിറ്റി ഉള്ള സ്ഥലത്താണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ഇപ്പോഴും വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നോർഡിക് പാരഡോക്സ് എന്ന് പറയാം. നോർഡിക് വിരോധാഭാസം. നോർഡിക് രാജ്യങ്ങളിലാണ് ഏറ്റവും ജെൻഡർ ഈക്വാലിറ്റി ഫലപ്രദമായി നടന്നു പോകുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആണും പെണ്ണുള്ള വയലൻസ്, ആണ് പെണ്ണിനെ വയലന്റ് ആയിട്ട് പെരുമാറുന്നത്. അപ്പൊ ഈ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അർരിജാലു ഖവ്വാമൂന അല നിസായൊക്കെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അല നിസായൊക്കെ തഫ്സീറുകൾ നോക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു പെണ്ണിനെ ഒരു ഭാര്യയെയും അള്ളാഹുവിന്റെ റസൂൽ അടിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ് നിങ്ങൾ ഭാര്യയെ അടിക്കുകയും എന്നിട്ട് നിങ്ങൾ രാത്രി അവളെ പോയി ആലിംഗനം ചെയ്യുകയും മറ്റു കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നുവോ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുമ്പിൽ ഒരുപാട് ഐഡിയൽസ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഈ ഒഴുക്കില് വളരെ അപരിഷ്കൃതർ എന്ന് വിളി കേൾക്കുമ്പോൾ ശരിയാട്ടോ, ഇസ്ലാം പോരട്ടോ എന്ന് നമുക്ക് തോന്നുകയാണ്. അത് നമ്മുടെ കയ്യിൽ നമ്മുടെ ഐഡിയൽസിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചോദ്യം കേട്ട വികാരത്തിൽ അറിയാതെ പറഞ്ഞു പോയതാണ്. സമയം കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഈ അടുത്ത് നടന്ന യൂണിവേഴ്സിറ്റി ഇറക്കിയ നിർദ്ദേശവും പെൺകുട്ടികൾക്ക് രാത്രി പുറത്തിറങ്ങാൻ പാടില്ല. റീസെന്റ് നടന്ന ബാംഗ്ലൂർ പീഡന കേസുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി എടുത്ത നിർദ്ദേശം പെൺകുട്ടികളോട് രാത്രി 9 മണിക്ക് ശേഷം പുറത്തു പോകാൻ പാടില്ല. 9 മണിക്ക് ശേഷം അല്ലേ? അപ്പൊ അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചുരുക്കത്താണ്, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷനും സ്വാതന്ത്ര്യം ചോയ്സും ഒക്കെ കൊടുക്കുന്നതും അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുന്ന ലിബറലുകൾക്കാണെങ്കിൽ ഇതൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. ഇൻഷാ അല്ലാഹ് നമുക്ക് വരാം. അജ്നസ്വാഫി മൊത്തത്തിൽ നാസ്തികർ ഉന്നയിക്കണ അവരുടെ തന്ത്രങ്ങൾ നമ്മൾ പറഞ്ഞു, തന്ത്രങ്ങൾ സ്വീകരിക്കേണ്ട നയനിലപാടുകൾ നമ്മൾ പറഞ്ഞു. ഇനി തിരിച്ച് നമുക്കങ്ങോട്ട് ചില സ്ട്രാറ്റജികൾ നമുക്ക് ചെയ്തുകൂടെ? അവരോട് നമുക്ക് പ്രതിരോധിക്കുന്ന ചില സ്ട്രാറ്റജികൾ നമുക്ക് പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് എന്താ, നമ്മളിങ്ങനെ ഈ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ മറുപടി പറയുന്ന ആളുകളാകുന്നതിന് പകരം നമുക്ക് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാരായിക്കൂടെ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുസ്തഫ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ പലപ്പോഴും മറുപടികൾ പറയുന്ന ആളുകൾ മാത്രമായിട്ട് ഒതുങ്ങുകയാണ്, നമ്മൾ ഡിഫെൻഡ് ചെയ്യാനുള്ള ആളുകൾ മാത്രമാണ് എന്ന തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ നിർബന്ധമായും മറുപടി പറഞ്ഞിരിക്കണം അല്ലേ? നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഇന്നിപ്പോൾ മറുപടി പറയാനുള്ള വിഷയങ്ങൾ എന്തൊക്കെയെന്ന് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യേണ്ട ഒരു ഗതികേട്. എല്ലാത്തിനും മറുപടി പറയേണ്ടവരാണ്, എന്നാൽ നമുക്ക് ചോദ്യം ചോദിക്കാൻ എന്തുകൊണ്ടോ പറ്റാതെ പോകുന്നുണ്ട്. ഇപ്പൊ ക്ലബ് ഹൗസ് ഒക്കെ വന്നപ്പോൾ കുറെയൊക്കെ പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നം അതാണെന്ന് വിചാരിക്കും. നമ്മൾ അവരോടും ചോദിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിന് ഇപ്പോ ഡിഫെൻഡ് മാറി ഒഫൻഡ് വേണം എന്ന തലത്തിലേക്ക് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ആലോചനകൾ ഉണ്ടാവുന്നു എന്നത് വളരെ ശുഭകരമായ ഒരു കാര്യമായിട്ടും ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാനിപ്പോ ഒരു വാഫി സംവിധാനത്തിന്റെ ഉള്ളിൽ പഠിക്കുകയും ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ആ സംവിധാനത്തിന്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യം കൂടി പറയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മുടെ സിലബസ് വളരെ ഘടനാപരമായി തന്നെ പരിഷ്കരിച്ചു.
ഇതുവരെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്തിരുന്നത് പ്രത്യേകിച്ച് PG ലെവലിലൊക്കെ റദ്ദുശുബ്ഹാത്ത് എന്ന് പറയുന്ന ഒരു പേപ്പർ, പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിന് മറുപടി പറയല്. പക്ഷെ പുതിയ സിലബസ് വന്നപ്പോ റദ്ദുശുബ്ഹാത്ത് മാത്രം പഠിച്ചാൽ പോരാ, കുട്ടികൾ മറുപടി പറഞ്ഞാൽ മാത്രം പോരാ, ചോദ്യവും ഉന്നയിക്കണം എന്നാണ്. നഖ്ദുൽ അഫ്കാർ എന്ന് പറഞ്ഞ ഒരു പേപ്പർ PG ലെവലില് അതേപോലെ ഡിഗ്രി ലെവലിലൊക്കെ നഖ്ദുൽ അഫ്കാർ എന്ന് പറഞ്ഞൊരു പഠന വിഷയം കൂടി റദ്ദുശുബ്ഹാത്തിന്റെ കൂടെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നിർബന്ധമായും അത് പഠിക്കുകയും അത് ഒരു സിലബസിന്റെ നിർബന്ധ ഭാഗമായിട്ട് ചേർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ ഒരു ആലോചന വരുന്നു എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറുപടി പറയുന്നു എന്നതിനേക്കാൾ മറുചോദ്യം ഉന്നയിക്കുക എന്നത് തന്നെയാണ് പലപ്പോഴും ബുദ്ധിപരമായ ഒരു കാര്യം. മറുപടി പറഞ്ഞ നമ്മൾ ഒരുപാട് കാലം മറുപടി പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും. മറുചോദ്യങ്ങൾ ഉന്നയിച്ചാൽ പലപ്പോഴും അവരെ സ്തബ്ധരാക്കാൻ തീർച്ചയായിട്ടും നമുക്ക് പറ്റും. ഇവിടെയൊക്കെ അവരോട് മറുപടി പറയുമ്പോൾ അല്ലെങ്കിൽ അവരോട് എൻഗേജ് ചെയ്യുമ്പോൾ നമ്മൾ പുലർത്തേണ്ട ഒരു സ്ട്രാറ്റജി, ഇതൊക്കെ പറയുന്നത് മനസ്സിൽ ഇങ്ങനെ ഒരു ആത്മവിശ്വാസം ഉള്ളവരോട് മാത്രമാണ്. ഉള്ളിൽ ആദ്യമേ ഭയം, ഞാൻ പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. നേരത്തെ നമ്മൾ പറഞ്ഞ കുറെ വിഷയങ്ങളുണ്ട്. കയ്യിൽ നിന്ന് പോകുമെന്നുള്ളൊരു ഭയം ഉള്ളവർ അതിന് നിൽക്കരുത്. പണ്ടത്തെ ഒരാളെ കഥ നമ്മൾ പറയലുണ്ടല്ലോ, അയാൾക്ക് കട്ടിലിൽ കടക്കാൻ പേടി. കാരണം കട്ടിലിൽ കടന്നാൽ അടിയിൽ കടുവ കടിക്കാൻ വരുമെന്നൊരു പേടി. അയാൾക്ക് കട്ടിലിൽ കടക്കാൻ പറ്റൂല. കട്ടിലിൽ കടന്ന താഴത്തൊരു കടുവ ഉണ്ട് എന്നും കടുവ അയാളെ തിന്നാൻ വരും എന്നുള്ളൊരു തോന്നലാണ് മനുഷ്യന്റെ മാനസികമായ ഒരു തോന്നൽ. അയാൾ ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ കൗൺസിലിന് പോകുന്നു, ഒരുപാട് ട്രീറ്റ്മെന്റുകൾ നടത്തുന്നു. പക്ഷെ ആ വിചാരം മാത്രം അയാൾ മനസ്സിൽ പോകുന്നില്ല. അയാൾ ഒരുപാട് കാലം കഴിഞ്ഞ അയാളുടെ സുഹൃത്ത് ചോദിച്ചു, ഇപ്പൊ എന്താ പ്രശ്നം, ഇപ്പം മാറി, എന്താ മാറ്റാൻ കാരണം? എന്റെ ഒരു അമ്മോന് മാറ്റിയതാണ്. അമ്മോൻ എന്താ സൈക്കോളജിസ്റ്റ്, മനഃശാസ്ത്ര വിദഗ്ധനൊക്കെയാണ്, എല്ലാം മൂപ്പര് ആശാരിയാണെന്ന് പറഞ്ഞു. കട്ടിലിന്റെ 4 കാലും അത് വെട്ടി മാറ്റി, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അതേപോലത്തെ ചില സ്ട്രാറ്റജി ഉണ്ടാവും. ചില ആളുകൾക്ക് പേടിയുണ്ടെങ്കിൽ ആ ഫേസ്ബുക്കും ക്ലബ് ഹൗസും ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്താൽ കുറെ പേടിയൊക്കെ കണ്ട് മാറും. അങ്ങനത്തെ ഒരു തല അവിടെ തീർച്ചയായിട്ടും അവിടെ ഉണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ. പക്ഷെ അതിന് അങ്ങനെ അല്ലാത്ത മറ്റൊരു തലം വികസിപ്പിക്കാൻ കഴിയുന്നവർ തീർച്ചയായിട്ടും കുറെ മറുചോദ്യങ്ങളുമായി രംഗപ്രവേശം ചെയ്യണം എന്നത് അനിവാര്യമായ ഒരു കാര്യമാണ്. നേരത്തെ ജോർക്ക് പറഞ്ഞു നമ്മൾ അവരുടെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചു പറയാൻ നമ്മൾ ശ്രമിക്കണം എന്ന്. ഞാൻ ആ പോയിന്റിനൊന്ന് എലാബറേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോ ഇവിടെ ഫ്രീ സെക്സ്, ഒരാണിനും പെണ്ണിനും പിന്നെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കുട്ടികൾ ഉണ്ടാവാം. അവർക്ക് തോന്നുന്ന സമയത്ത് ഡിവോഴ്സ്ഡായി പോവുകയും ചെയ്യാം. പക്ഷെ ഈ കുട്ടിക്കുണ്ടല്ല ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പൊ ലിബറൽ ജനാധിപത്യം മുന്നോട്ട് വെക്കുന്ന ഈ മനുഷ്യന്റെ വ്യക്തിപരമായ അവകാശങ്ങള്, വൈയക്തികവാദം, ഇതൊക്കെ കുട്ടിക്കും ബാധകമാണല്ലോ. കുട്ടിക്കും ചോദിക്കാറ്, എനിക്ക് എന്റെ അമ്മയെ എന്റെ അച്ഛനെ കാണാൻ അറിയാനുള്ള ഒരു അവകാശം വേണം, അവരുടെ പാരന്റിങ് കിട്ടാൻ എനിക്കൊരു അവകാശം ഉണ്ടെന്ന് ആ കുട്ടിക്കും ഉണ്ട് എന്ന് നമുക്ക് ആ ടൂൾ ഉപയോഗിച്ച് പറയാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പെട്ടെന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ബിരിയാണിയുടെ ഒരു മയക്കം ഞങ്ങളിലൊക്കെ ജനങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങളുടെ ചില ആളുകൾക്ക് ഉണ്ടെന്ന് സദസ്സ് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതുണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞ് ആ വിഷയം സമർത്ഥിക്കാം എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ഒരു കാര്യം, ഇപ്പൊ ഈ രവിചന്ദ്രന്റെ ഒക്കെ പഴയ പ്രഭാഷണങ്ങൾ കുത്തിപ്പൊക്കി അതിങ്ങനെ എയറിൽ നിർത്തുന്ന ഒരു ട്രെൻഡ് ഫേസ്ബുക്കിൽ നമ്മൾ കാണുന്നുണ്ട്. അയാൾ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ പിന്നെ കട്ട് ചെയ്തിട്ട് എന്താ പീസായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക. മൂപ്പര് എന്നിട്ടൊരു അഭിമുഖത്തിൽ പറയാണ് അതിന്റെ സന്ദർഭം മനസ്സിലാക്കുക, സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കുകയാണെന്ന്. ഇതന്നല്ലേ നമ്മൾ പറയുന്നത്? ഹദീസിനെ ആയത്തിനെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ടാണ് നിങ്ങൾ ഈ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നമ്മളും പറയുന്നത്. ഇപ്പൊ അയാൾ പോകുകയാണ്, നിങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ടാണ് അത് പ്രചരിപ്പിക്കുന്നത്, ശരിയായൊരു നിലപാടല്ലാന്ന്. അപ്പൊ അയാൾ 1900 വർഷം മുമ്പ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ മാന്യതയും മര്യാദയും ചില ആളുകൾക്ക് മാത്രം ബാധ്യതയാണോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ അയാളുടെ ഒരുപാട് കാര്യങ്ങൾ എടുത്ത്, ഇപ്പോ എനിക്ക് തോന്നുന്നു മുമ്പ് സുനിൽകുമാർ കൃഷിമന്ത്രി ആയിരുന്ന സമയത്താന്ന് തോന്നുന്നുണ്ട്, ഏഷ്യാനെറ്റിന്റെ മറ്റൊരു പ്രോഗ്രാമില് എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ്. രവിചന്ദ്രൻ പറയുന്നത് എൻഡോസൾഫാൻ അത്ര അങ്ങനെ ഒരു വർത്താനം ഉണ്ടല്ലോ, അത് അത്ര വലിയൊരു പ്രശ്നമൊന്നുമല്ല, ചെറിയ അളവിലൊന്നും ഇട്ടാൽ ഒരു കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ സുനിൽകുമാർ അതിന് റിയാക്ട് ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ പോവാണ്, എനിക്ക് ഈ അബദ്ധം കേട്ടിരിക്കാൻ എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് അബദ്ധം കേട്ടിരിക്കാൻ വയ്യാന്ന്. അയാള് പിന്നെ നമ്മുടെ സംസ്ഥയുടെ ഒരു പ്രതിനിധിയൊന്നും അല്ലല്ലോ. കാരണം എന്താണ്, ഒരുപാട് റിസർച്ചുകൾ എൻഡോസൾഫാൻ മനുഷ്യന്റെ ജീവൻ പ്രശ്നമാണ്, പിന്നെ കാർഷിക രംഗത്ത് പ്രശ്നമാണ്, മനുഷ്യന്റെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്, തെളിവുകൾ അനുസരിച്ച് ഒരുപാട് പഠനങ്ങൾ പുറത്തു വരുന്നു. ഇയാളോട് ഇരുന്നിട്ട് അത് പ്രശ്നമൊന്നുമില്ല, ചെറിയ അളവിലാണെങ്കിൽ അച്ചാർ കൂട്ടി കഴിക്കുന്നതിന് കഴിക്കാന്നൊക്കെ പറയുന്ന ഈ അബദ്ധം കേട്ടിരിക്കാൻ, ഈ മണ്ടത്തരം കേട്ടിരിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് സുനിൽകുമാർ ഷൗട്ട് ചെയ്യുന്നുണ്ട് ആ ചാനലിൽ. അതിന്റെ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് തെരഞ്ഞാൽ കിട്ടും. ഇങ്ങനെ കുറെ സംഭവങ്ങൾ. ഇപ്പോ കഴിഞ്ഞൊരു ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് വൈശാഖൻ തമ്മിയോട് ഒരു ക്ലിപ്പ് അയച്ചു തന്നിട്ട് ഇതിനൊരു മറുപടി പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ക്ലിപ്പ് കേട്ടോക്കുമ്പോ വൈശാഖൻ തമ്മിനോട് ചോദിക്കുന്നത്, ഇപ്പോ പിന്നെ ദൈവത്തെ ഒരു വിഷയം പറയാണ്, ദൈവത്തെ സൃഷ്ടിക്കാൻ ദൈവത്തിനും ഒരു സൃഷ്ടാവ് ആവശ്യമില്ലേ? എല്ലാത്തിനെയും സൃഷ്ടിക്കാൻ ഒരാൾ വേണം, നമുക്കൊക്കെ ഒരു ഖാലിഖ് വേണം എന്നുണ്ടെങ്കിൽ ഖാലിഖായ അള്ളാഹുവിനും ഒരു ഖാലിഖ് വേണ്ടേ?
അപ്പൊ അവിടെ എത്തുമ്പോൾ ഇവിടുത്തെ മതവിശ്വാസികൾ പറയുന്നത് അതിന്റെ ആവശ്യമില്ല. കാരണം അയാള് അവര് പറയുന്ന ആള് ഒരു ദൈവത്തിന്റെ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ സൃഷ്ടാവിന്റെ ആവശ്യമില്ലാതെ എക്സിസ്റ്റിംഗ് സാധ്യമായ ആളാണ്. എന്നാൽ ആ ലോജിക്ക് ഇവിടെ സ്വീകരിച്ചൂടെ? ഇത് അവിടം വരെ പോയി അവിടുന്ന് ആ ലോജിക്ക് സ്വീകരിക്കാതെ ഇവിടുന്ന് തന്നെ മനുഷ്യന്റെ കാര്യം വരുമ്പോൾ തന്നെ ആ ലോജിക്ക് സ്വീകരിക്കുകയും മനുഷ്യന്റെ അസ്തിത്വത്തിന് ഒരു ദൈവത്തിന്റെ ആവശ്യമില്ല എന്ന ലോജിക്ക് ഇവിടെ തന്നെ അപ്ലൈ ചെയ്യണമെന്നാണ് മൂപ്പര് പറയുന്നത്. അപ്പൊ ഇതിനൊരു തെളിവ്. അപ്പൊ ഞാൻ ഇതിനൊരുപാട് മറുപടി നമുക്ക് സയന്റിഫിക്കലി മറുപടി പറയാം, ലോജിക്കലി മറുപടി പറയാം, ഫിലോസഫിക്കലി മറുപടി പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വൈശാഖൻ തമ്മിൽ പ്രസംഗം അയച്ചരാന്ന് പറഞ്ഞു. അയാൾ അതിൽ പറയുന്നത് അയാള് ബിഗ് ബാങ് ഒക്കെ വിശദീകരിക്കുകയാണ്. അപ്പൊ പ്രപഞ്ചത്തിന്റെ ഒരു തുടക്കം ഒരു സിംഗുലാരിറ്റിയിൽ നിന്നാണ് എന്ന് അദ്ദേഹം പറയാണ്. അയാൾ ഒരു സിംഗുലാരിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇവിടെ ഒരു സ്ക്രീന്, അതിലൊരു പോയിന്റ്, അങ്ങനെ ഒന്നുമില്ല, സ്ക്രീനൊന്നുമില്ല. ആ സിംഗുലാരിറ്റി എന്ന് പറയുമ്പോൾ സ്ക്രീനൊന്നുമില്ല, ടൈം ആൻഡ് സ്പേസ് ഇല്ല. സിംഗുലാരിറ്റിന്റെ മുമ്പ് എന്താണ്, അതിന്റെ മുമ്പ് എന്താണെന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ല. കാരണം ടൈമും സ്പേസും അതിന് ശേഷമാണ് വന്നത്. അപ്പോ ആ ചോദ്യമൊക്കെ അസ്ഥാനത്താവുന്ന ഒരു സ്റ്റാർട്ടിങ് പ്രപഞ്ചത്തിനുണ്ട്. അപ്പൊ നമുക്ക് ഒരു മുമ്പിലൊരു സാധനം, അതിന് മുമ്പൊരു സാധനം, അങ്ങനെ പ്രപഞ്ചത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് പോയാൽ ഒരു സിംഗുലാരിറ്റിയിൽ നിന്ന് തുടക്കം, സിംഗുലാരിറ്റിയുടെ മുമ്പ് എന്താണ് ശേഷം എന്താണ് എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ല. കാരണം ടൈം ആൻഡ് സ്പേസ് അതിന്റെ ശേഷമാണ് വന്നത്. ലോജിക്ക് ഇവിടെ സ്വീകരിച്ചൂടെ? അപ്പൊ സിംഗുലാരിറ്റിന്റെ അവിടം വരെ പോകണ്ടല്ലോ. അപ്പോ ഞാൻ പറയുന്നത് അവര് സെൽഫ് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരുപാട് ആർഗ്യുമെന്റുകൾ വെക്കുന്നുണ്ട്. ആ ആർഗ്യുമെന്റ് അവരുടെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവരെ വിമർശിക്കാൻ പറ്റും. ഇങ്ങനത്തെ കുറെ രീതികൾ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് മാറ്റം ഇതിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോ ഞാനൊരു ഉദാഹരണം കൂടി പറയാണ്. ഏതായാലും സമയം അവസാനിക്കുന്നതോടെ ഇനിയും സംസാരിക്കാൻ ആളുകളുണ്ട്. ഇപ്പം മനുപ്രസാദ് ഇവരുടെ യുക്തിവാദ സമ്മേളനത്തിൽ ഇൻസെസ്റ്റ് പറ്റും, രക്തബന്ധത്തിലുള്ള ആളുകൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പ്രശ്നമൊന്നുമില്ലാന്ന്. അയാളൊരു മുഖ്ലിസായ യുക്തിവാദിയാണ് നിങ്ങൾക്ക് കേട്ടപ്പോൾ തോന്നിയത്. കാരണം അയാൾക്ക് കാപട്യല്ല, അയാൾക്ക് വേറൊന്നും പറയാനില്ല. കാരണം പീറ്റർ സിംഗലിനെ പോലത്തെ അവരുടെ വലിയ ഇമാമിയങ്ങൾ പറഞ്ഞതാണത്. അയാളുടെ പ്രാക്ടിക്കൽ എത്തിക്സിലൊക്കെ ഉള്ള ഒരു മോറൽ എത്തിക്സിന്റെ ഒക്കെ വലിയ ഫിലോസഫറായിട്ട് അറിയപ്പെടുന്ന ഒരുപാട് പ്രാക്ടിക്കൽ എത്തിക്സ് പോലെ ഒരുപാട് രചനകളുള്ള ഒരാള് കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞൊരു സംഭവം, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ കൊന്നാലും പ്രശ്നമില്ല, കാരണം ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകളെ സർവൈവ് ചെയ്യാൻ യോഗ്യതയുള്ളൂ എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന ഒരു മനുഷ്യൻ, അയാളെ ഇമാമായി സ്വീകരിക്കുന്ന ഒരാൾക്ക് അങ്ങനെയല്ലാതെ പറയാൻ പറ്റൂല. അയാൾ വളരെ ഇഖ്ലാസോട് കൂടെ പറഞ്ഞു, ഇൻസെസ്റ്റ് പരസ്പരം സമ്മതം ഉണ്ടെങ്കിൽ സഹോദരന്മാർ അവർ തമ്മിൽ ലൈംഗിക ബന്ധം ഉണ്ടായാൽ പ്രശ്നമൊന്നുമില്ലാന്ന്. അതുകൊണ്ട് വിവാദമായ സമയത്ത് രവിചന്ദ്രന്റെ ഒരു ന്യായീകരണ പോസ്റ്റ് വന്നു. പിന്നെ അയാൾ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ആ പ്രോഗ്രാമിൽ എന്ത് പറയണമെന്ന് ഞങ്ങൾ ഫാക്കൽറ്റികൾക്കൊക്കെ നിർദ്ദേശം കൊടുക്കാറുണ്ട്. ആ ഗൈഡ് ലൈൻ അനുസരിച്ച് അവിടെ സംസാരിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരാള് അവരുടെ ഇഷ്ടത്തിന് സംസാരിക്കുന്നതിനൊന്നും സംഘടനയുടെ ഉത്തരവാദിത്വം വഹിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ഫ്രീ തിങ്കിങ് ആണ് അവർ മുന്നോട്ട് വെക്കുന്നത്? ഒരാൾ വായിച്ചെടുത്ത കാര്യം അവിടെ പറയാൻ പറ്റില്ല, അവരുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് പറയാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് കേൾക്കാതെയാണ് അയാളോട് പറഞ്ഞത്, അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമല്ലാന്ന്. അപ്പൊ ഞാൻ പറയുന്നത് അവരുടെ സംസാരങ്ങളിൽ തന്നെ അവർക്കുള്ള മറുപടികൾ പതിയിരിക്കുന്നുണ്ട്. നമ്മൾ അവരെ തന്നെ കേട്ടാൽ അവർക്ക് മറുപടി പറയാൻ പറ്റിയ ഒരുപാട് കണ്ടന്റുകൾ അതിലുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ സംഭവങ്ങളോടെ ഉണ്ട്. അപ്പൊ മറുപടി പറയുന്നിടത്ത് നമ്മൾ നമ്മുടെ കുറെ ഉസൂലും മബാദിയും ഒക്കെ പറഞ്ഞു, അതായിട്ട് അവർക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഈ ക്ലബ് ഹൗസ് ഒക്കെ വന്നപ്പോ ജബ്ബാർ മാഷിനെ കുട്ടികള് നമുക്ക് സഹതാപം തോന്നുന്നു, അങ്ങനെ പ്രായത്തിനെങ്കിലും ബഹുമാനിക്കണമായിരുന്നു. അങ്ങനെ അടച്ച് തേച്ച് വിടുകയാണ്. അപ്പൊ ഇതൊന്നും പറയുന്നത് മനസ്സിലാക്കാനുള്ള യോഗ്യത അവർക്കില്ല. അപ്പൊ അവരുടെ മറുപടി അവർക്ക് മനസ്സിലാവുന്ന, അവർ പറഞ്ഞതിൽ എന്തായാലും മനസ്സിലാവായ്മ ഉണ്ടാവില്ലല്ലോ. അത് പറഞ്ഞിട്ടെങ്കിലും നമ്മൾ തിരിച്ച് മറുപടികളെക്കാൾ മറുചോദ്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് നല്ലൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ഒരു കമന്റ് കൂടി കഴിഞ്ഞതിന് ശേഷം ഇനി ശ്രോതാക്കളായ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്ന നിങ്ങളുടെ ഊഴമാണ്, നിങ്ങൾക്ക് ഇതിനോട് കമന്റ് ചെയ്യാനുള്ള ഊഴമാണ്. നമ്മളിതൊരു കേവലം ഇവന്റ് ആയി പിരിയരുത് എന്നാണ് സംഘാടകരുടെ താല്പര്യം. ഇതൊരു ഇവന്റ് എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഈ കൂട്ടത്തിൽ വിവിധ സ്കില്ലുകളുള്ള ആളുകളുണ്ട്. പ്രസന്റേഷൻ സ്കില്ലുള്ള ആളുകളുണ്ടാവും, ഡിബേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകളുണ്ടാവും, റിസർച്ച് ചെയ്യാൻ കഴിവുള്ള ആളുകളുണ്ടാവും, ആർട്ടിക്കിളുകൾ തയ്യാറാക്കാൻ കഴിവുള്ള ആളുകളുണ്ടാവും. അപ്പൊ ഇത് നമുക്കൊരു ഫാമിലി ആയിട്ട് ഇത് മുന്നോട്ട് പോകണം. ഇത് നമ്മളിങ്ങനെ എപ്പോഴെങ്കിലും കൂടുന്ന ഒരു ഇവന്റ് മാത്രമായിട്ട് മാറുന്നതിന് പകരം വിവിധ തുറകളിലേക്ക് തിരിയുന്ന എക്സ്പേർട്സിന്റെ, റിസോഴ്സ് പേഴ്സൺസിന്റെ ഒരു ഹബ്ബായിട്ട് ഈ ചർച്ച ചെയ്യാം. ഇവിടെ നടന്ന ചർച്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ ഡിസ്കഷൻ മാത്രമായിട്ടാണ് വിലയിരുത്തേണ്ടത്. നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവും. ഇതൊരു അന്തിമ വാക്കുകളോ തീർപ്പുകളോ അല്ല എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ഈ ഓഡിയൻസ് എന്ന ബോധ്യത്തിലാണ്. മാത്രമല്ല, ഞാൻ കിതാബ് ഓതിയ ആളല്ല, ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്. ഫത്വയും കസറില്ലാത്ത അറബി വായിക്കാൻ അതൊരു സേഫ് സോണാണ്. ഞാൻ കിതാബ് ഓതിയ ആളല്ല എന്ന് പറഞ്ഞത് അതിവിടെ സ്വീകാര്യമല്ല. അതെ, ഞങ്ങളൊക്കെ പറഞ്ഞ വലിയ പ്രശ്നമാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ ഈ പ്രോഗ്രാമിനെ പറ്റി, ഈ ഡിസ്കഷനെ പറ്റി, പുസ്തകത്തെ പറ്റി, ഫാരിസിന്റെ ഡയലോഗുകളെ പറ്റി കമന്റ് ചെയ്യാനും
അതുപോലെ ഈ വിഷയത്തിലേക്കുള്ള കൂട്ടിച്ചേർക്കലുകളൊക്കെ ഓഡിയൻസിന് നടത്താനുള്ള ഒരു സമയമാണ്. നമുക്കൊരു 15-18 മിനിറ്റ് നമുക്ക് അതിനുവേണ്ടി ചെലവഴിക്കാം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഈവെന്റിന്റെ തുടർച്ച എന്ന രീതിയിൽ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് മൻസൂർ ഉസ്താദ്, മൊയ്ൻ ഉസ്താദൊക്കെ പറയും. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓഡിയൻസിന് വേണ്ടിയുള്ള അവസരങ്ങളാണ്. ചോദ്യോത്തരവേളല്ല, നിങ്ങളുടെ സജഷൻസ്, കമന്റുകള്. ചായ കുടിക്കുന്നുണ്ട്, എല്ലാവർക്കും ഒരു മടിയുണ്ട്. ചായ കുടിച്ച് കഴിഞ്ഞ ഉടനെ പറയും. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അല്ല. പിന്നെ അതിൽ തുടങ്ങാം. ജൗഹർക്ക കഴിഞ്ഞ ഉച്ചന്റെ മുമ്പ് സംസാരിച്ച സമയത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതായത് പലപ്പോഴും വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും. പിന്നെ എന്താ പറയാ, ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു അങ്ങാടിയാണ്, ഇപ്പോൾ കുറച്ച് മാറി നിൽക്കേണ്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആക്ച്വലി ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാല് അതൊരു ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സിസ്റ്റം, ഇപ്പോ നൂരി ആ വിഷയമൊക്കെ പറഞ്ഞു, സയ്യിദ് നൂർസിയുടെ സംഭവങ്ങളൊക്കെ പറഞ്ഞു, ഇഷ്ക്, ഹബ്ബുല്ലാഹി വഹബ്ബുർ റസൂൽ കൊണ്ടു നടക്കണമെന്ന്. ഇതിലേതാണ് ഏറ്റവും നല്ല മാർഗം? അത് എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എങ്ങനെയാണ് നമ്മുടെ യുവതലമുറയോട് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോടൊക്കെ, പ്രത്യേകിച്ച് മദ്രസയിലൊക്കെ പഠിക്കുന്ന, സ്കൂളിലൊക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികളിലടക്കം ഇത് വരികയാണ്. അപ്പൊ ഇതിനുള്ള സമീപനം നമ്മൾ ഇങ്ങനെ ഒരു ഒറ്റക്കെട്ടായി നമ്മൾ കുറച്ച് തീരുമാനിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു നിർദ്ദേശം കൂടി തന്നാൽ. നമ്മുടെ പ്രൊജക്റ്റിലേക്ക് മോയിനുസ്താ പിന്നീട് വരും അല്ലേ, ഞാൻ അതിൻ്റെ ഒരു സ്ട്രാറ്റജിയിലേക്ക് വരും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കാരണം ആ ഒരു ലാംഗ്വേജ് അധികാരം സംസാരിക്കാതെ കണ്ടപ്പോഴാണ് ഞാൻ അതിലങ്ങോട്ട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. അങ്ങനെ ഉണ്ടാവുമല്ലോ, വേറെയും കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ കൂടി. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. ഇതിനോട് എൻ്റെ ദുന്യാവിനെ എനിക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ പറഞ്ഞാൽ അങ്ങനെയാണ് സത്യത്തിൽ. മനോരമ, മാതൃഭൂമി പോലുള്ളൊരു സാധനമല്ല സോഷ്യൽ മീഡിയ. മനോരമ പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് വരുന്ന മനോരമ തന്നെ അപ്പുറത്തിൻ്റെ വീട്ടിലേക്കും വരിക. എന്നാൽ സ്ക്രോൾ ചെയ്യുന്ന സാധനം അങ്ങനെയല്ല. എനിക്ക് വരേണ്ട മനോരമ ഏതാണെന്ന് എനിക്ക് തീരുമാനിക്കാം. അപ്പം വല്ലാതെ അലമ്പുണ്ടാക്കുന്ന ഒരുത്തനെ 3 ക്ലിക്ക് കൊണ്ട് എനിക്ക് അൺഫ്രണ്ട് ചെയ്ത് കളയാം, അൺഫോളോ ചെയ്ത് കളയാം. 2 ക്ലിക്ക് കൊണ്ട് എന്ത് ചെയ്യും, ഡു നോട്ട് റെക്കമെൻഡ് സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ യൂട്യൂബിൽ ആ സാധനം എനിക്ക് വരികയല്ല. അപ്പോൾ എൻ്റെ ദുന്യാവിനെ ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യാൻ കഴിയും, എന്ത് സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട് തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ ശീലിച്ചിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടാകണം, അതിൻ്റെ പിന്നാലെ പോവുക. അപ്പോൾ എന്താ ചെയ്യുക, നമ്മളെ ചൊറിയാൻ വരുന്നവന് ഭയങ്കര റീച്ച് കിട്ടുകയാണ്. അപ്പം ഒരു പുതിയൊരു സംരംഭം തന്നെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് റീച്ച് വേണമെങ്കിൽ ഭയങ്കര ഈസിയാണ്. മുസ്ലിങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മതി, എല്ലാവരും കൂടെ അതിൻ്റെ അടി വന്നിട്ട് കുറേ കമൻറ്റൊക്കെ ഇട്ട് അതുകൊണ്ട് ഹിറ്റാകും. അപ്പോൾ അങ്ങനെ നമ്മളെ ദുന്യാവിനെ നമ്മളിങ്ങനെ റെസ്ട്രിക്റ്റ്, നമ്മളെ സോഷ്യൽ മീഡിയ എൻ്റെ മാതൃഭൂമി എന്താവണമെന്ന് എനിക്കിട്ട് തീരുമാനിക്കാം. ലോകത്ത് ഒരുപാട് നല്ല തസവുഫ് തന്നെ സംസാരിക്കുന്ന ഒരുപാട് സ്കോളേഴ്സുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് അസ്ലമിൻ്റെ പോസ്റ്റുകൾ ഞാൻ എപ്പോഴും നോക്കും. അദ്ദേഹം UK ബേസ്, അദ്ദേഹം ഹുബ്ബുൻ നബി മാത്രമേ പറയുള്ളൂ. ഇങ്ങനെ മാത്രം ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അത് ഓരോ തുല്യവാദമാണ്. അങ്ങനെ നിന്റെ ദുന്യാവിനെ ഫേസ്ബുക്ക് പറഞ്ഞാൽ അതിൽ തുറന്നിട്ട് പോയത്, അതിൻ്റെ ആൽഗോരിതം മനസ്സിലാക്കണം, അതിലുള്ള കുറേ ഓപ്ഷൻസ് മനസ്സിലാക്കണം. അതിൽ നമ്മൾ എന്താണ് നോക്കുന്നത് അതാണ് നമുക്ക് തരിക. നമുക്കിപ്പോൾ ഗൂഗിളിൽ നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നു എന്നത് പോലും ഫേസ്ബുക്കിന് അറിയും, കുറേയൊക്കെ കാണുമ്പോൾ. എന്നിട്ട് അതിനനുസരിച്ചിട്ട് സാധനങ്ങൾ നമുക്ക് വരും. ന്യൂസിൻ്റെ കീവേഡ് ഉണ്ടാവും. ഞാൻ എന്ത് തരം ന്യൂസാണ്, ഞാൻ എപ്പോഴും ജാമിദയെക്കുറിച്ചുള്ള ന്യൂസ് വായിക്കുന്നവനാണെങ്കിൽ
ലോകത്ത് ജാമ്യതയെക്കുറിച്ച് എന്ത് വാർത്ത വന്നാലും എനിക്ക് വരും, ഫീഡ്ബാക്ക് വരും. അപ്പം അത് ഡു നോട്ട് റെക്കമെൻഡ് അടിച്ചിട്ട് അതങ്ങോട്ട് ഒഴിവാക്കി വിടണം. പിന്നെ അത് വരില്ല. അപ്പം എനിക്ക് വരേണ്ടതല്ല. ഇങ്ങനെ ഒരുപാട് നല്ല പേജുകൾ, നല്ല സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തർക്കത്തിൻ്റെ ലോകം എന്നൊക്കെ പറഞ്ഞാലും നമ്മളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യുക്തിവാദികൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എപ്പോഴും ഡിബേറ്റ് ചെയ്യുക, എന്നിട്ട് സത്യത്തെ മനസ്സിലാക്കുക എന്നത് മാത്രമേ അവരുടെ ഒരു ആംഗിളിലുള്ളൂ. നമ്മുടെ ഫിലോസഫി അതിനെ ബേസ് ചെയ്തല്ല. നമുക്ക് സത്യം മനസ്സിലായ പോരാ. ഇപ്പം സാലിം ഹുസൈൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹു അറിവാകലല്ല, അള്ളാഹു ബോധമാകലാണ് നമ്മളെ വിജയം. അറിവ് ഇപ്പോൾ പലർക്കും അറിവാണ്, ഭയങ്കരമായിട്ട് അറിവായാണ്ട് പിന്നെ ഇവനോട് അങ്ങോട്ട് വാദിച്ചിട്ട് ഒരുത്തൻ തോൽപ്പിക്കാനൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട്. അത് ഭയങ്കര വാദിക്കുന്നതിനും അള്ളാഹ് അറിവായിട്ടുണ്ടാവുള്ളൂ, ബോധമായിട്ടുണ്ടാവും. ബോധമാവുക എന്ന് ഇപ്പം നമ്മളൊക്കെ അള്ളാഹ് അറിവായ ടീമിൽ കയറും. അവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഒരുപാട് പോകാനുണ്ട്. അള്ളാഹ് ബോധമാവുന്ന ഒരു സ്റ്റേജിലൂടെ ആ പോകുന്ന യാത്രയെ ഇവർ തടയുന്നുണ്ട്. ഇവരിങ്ങനെ ഈ ടീം തടയുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം ജലൽ റൂമിയുടെ തന്നെ ഒരു കവിതയിലുള്ളത്, അപ്പം അള്ളാഹുവിലേക്കുള്ള യാത്ര എന്നത് ഇങ്ങനെയല്ല, ഒരു കുതിരപ്പുറത്തുള്ള ഒരു ഇതാണ്. മല കയറി ഇങ്ങനെ വന്ന് കൊട്ടാരത്തിൻ്റെ മുന്നിൽ വരെ എത്താം. അതിന് കുതിരയാണ്. പിന്നെ അങ്ങോട്ട് കുതിരയല്ല, പിന്നെ അങ്ങോട്ട് വിനയാതീതനായിട്ട് കുതിരപ്പുറത്ത് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ അങ്ങോട്ട് വേറെ യാത്രയാണ്. അപ്പം കൊട്ടാരത്തിന് മുന്നിൽ വരെയുള്ള യാത്ര അതിപ്പോൾ നമ്മളെല്ലാവരും പോയ യാത്രയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളെല്ലാം തേഞ്ഞ ആൾക്കാർ. ശരിക്കും നമ്മൾക്ക് തുടങ്ങാത്ത ആൾക്കാരാണല്ലോ, നമ്മൾ യാത്ര തുടങ്ങാത്ത ആൾക്കാർ. അപ്പം നമ്മൾ തുടങ്ങാൻ നിൽക്കുമ്പോൾ നമ്മളെ തുടക്കത്തെ ബ്ലോക്കാക്കാണ് ഇവന്മാർ വന്നിട്ട്. കാരണം ഈ ഡൗട്ട് എന്നുള്ള സാധനം ഹുബിനെ ആ സ്പോട്ടിൽ കട്ട് ചെയ്യും. അത് ഭയങ്കര ഫാസ്റ്റ് ആക്ഷനാണ്. ഡൗട്ട് വന്ന ഹുബ് കട്ടാവും. ഹുബിൻ്റെ ലോകത്താണ് നമ്മളുള്ളത്. മറ്റവരുള്ളത് ഏത് ലോകത്താണ്? ലോജിക്കിൻ്റെ ലോകത്താണ്. ലോജിക്കിൻ്റെ ലോകവും ഹുബിൻ്റെ ലോകവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമോഷൻസിൻ്റെ ഒരു ലോകമാണല്ലോ ഹുബിൻ്റെ ലോകം. അപ്പോൾ ഹുബിൻ്റെ ലോകത്തേക്ക് അതവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയല്ല. അവർ ഹുബിൻ്റെ ലോകത്തെ പൂർണ്ണമായിട്ട് നിഷേധിക്കുന്നവരാണ്. അപ്പം ഞാൻ അതിനൊരു മെറ്റീരിയൽ അല്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. മെറ്റീരിയൽ എക്സാമ്പിൾ എന്നുള്ള രൂപത്തിൽ പറയുകയാണെങ്കിൽ ടൈമായോ? പിന്നെ ഒരു സിനിമ കഥ പറയാം. പിന്നെ ഒരു ദിലീപിന് ഒരു കടലിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമുണ്ട്. അപ്പം എൻ്റെ കടലിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പം എൻ്റെ ഉണ്ണി മരിച്ചിട്ടില്ല എന്ന് എനിക്ക് നേരത്തെ ഒരു പ്രത്യേക ബോധം കിട്ടാറുണ്ടായിരുന്നു എന്ന് അമ്മ പറയുന്ന ഒരു രംഗം ഈ സിനിമയിൽ സംവിധായകൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഉണ്ണി മരിച്ചിട്ടില്ല എന്ന ബോധം അമ്മക്ക് വരുന്നത് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രണയത്തിൻ്റെ തീക്ഷ്ണമായൊരു സ്റ്റേജിൽ നിന്ന്. പ്രണയത്തിൻ്റെ തീക്ഷ്ണമായൊരു അത് ലോജിക്കിൻ്റെ സ്റ്റേജ് അല്ല. ലോജിക്കിൻ്റെ സ്റ്റേജ് ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ മോനാണ്, അത് ലോജിക്കിൻ്റെ സ്റ്റേജാണ്. അതിനപ്പുറത്തേക്കുള്ള പ്രണയത്തിൻ്റെ ഒരു സ്റ്റേജിലേക്ക് ആ അമ്മയും മോനും ഉള്ളത് കൊണ്ടാവാം. അങ്ങനെ അമ്മമാരും മക്കളും തമ്മിൽ വളരെ കോമൺ ആയിട്ടുണ്ട്. മേ ബി വെസ്റ്റിലെ ഇപ്പോഴത്തെ ഭയങ്കര കോർപ്പറേറ്റ് അമ്മമാർക്ക് അതുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ പഴയ അമ്മമാർക്കൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉസ്താദ് പിന്നെ പറയുന്നുണ്ടായിരുന്നു അവരുടെ അനിയൻ ഹൈദരലി വാഫിയാണെന്ന് തോന്നുന്നു. അനിയൻ ഗൾഫിൽ നിന്ന് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണിട്ട് സമയത്ത് കുറേ ദിവസം അവിടെ കിടന്നു. അപ്പം ആ ദിവസം മുതൽ ഉമ്മാക്ക് പനിയാണ്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പം ഇത് ഉമ്മ അറിഞ്ഞപ്പം പറഞ്ഞാൽ എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. അപ്പം ഉമ്മാക്ക് ഇത് കിട്ടുന്നുണ്ട്, സിഗ്നൽ കിട്ടുന്നുണ്ട്. ഇപ്പം ഈ സിഗ്നൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോജിക്കിൻ്റെ വേൾഡിൽ നിന്ന് അപ്പുറത്തേക്ക് പ്രണയം കയറുമ്പോൾ മതം എന്നുള്ള സാധനം ഫങ്ഷൻ ചെയ്യുന്നത് അവിടെയാണ്. യുക്തിവാദികളുടെ സാധനം ഫങ്ഷൻ ചെയ്യുന്നത് അവിടെയല്ല. യുക്തിവാദികൾക്ക് എങ്ങനെ പ്രണയത്തെ ഡിഫൈൻ ചെയ്യാൻ തന്നെ കഴിയും? പ്രണയത്തിൻ്റെയും പിന്നെ ഒരു നന്മ എങ്ങനെ അളക്കുക? റഷീദുയുടെ നന്മ എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ അളക്കാൻ? മൂപ്പരുടെ ബ്ലഡ് ഷുഗർ അളക്കാൻ പറ്റും, മൂപ്പരുടെ ഇത് അളക്കാൻ പറ്റും അല്ലേ? പിന്നെ അങ്ങനെ പലതിനെ അളക്കാൻ പറ്റും. നന്മയെ അല്ലെങ്കിൽ സൗന്ദര്യം പോലുള്ള സാധനങ്ങളെ അതിനൊന്നും അളക്കാൻ എന്തില്ല, യുക്തിവാദികളുടെ ലോകത്തില്ല. അപ്പം അവരുടെ ഒരു ലോകത്താണ് നിൽക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് കുറേ പോകാണ്ട്. അപ്പം അവരെ ലോകത്ത് നമ്മൾ അവരിങ്ങോട്ട് തളച്ചിടാൻ ശ്രമിക്കണം. അവരെ യുക്തിൻ്റെ ലോകത്ത് നമ്മളെ ഓരാണ്ട് ലോക്കാക്കാം. നമ്മളെന്താ പറയുക, നമുക്കിതിൻ്റെ അപ്പുറത്തേക്ക് പോകാണ്ട്. ഹക്കീം മുറാദ് പറയുന്ന ഒരു ഇതുണ്ട് ഫെമിനിസത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ, വി ഡോണ്ട് ഷെയർ കോമൺ ഒബ്ജക്റ്റീവ്സ് സോ വി ഡോണ്ട് കെയർ എന്ന് പറയണം. നമ്മൾക്കും അവർക്കും ഒരേ ലക്ഷ്യങ്ങളില്ല, ഒരേ കാഴ്ചപ്പാടുകളില്ല ജീവിതത്തെക്കുറിച്ച്. നമ്മൾ കാഴ്ചപ്പാടാനെ വേറെയാണ്. സോ എനിക്ക് മത്തായിയാണ്, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. വി ഡോണ്ട് കെയർ. അവരെന്ത് പറയുന്നത് എനിക്ക് മത്തായിയാണ്. ആ ആംഗിളിൽ അവരെ നോക്കിക്കാണാൻ നമ്മൾ കാണുമ്പോഴാണ് വിജയിക്കുക. അപ്പോഴാണ് നമ്മൾക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. മറ്റേത് അവിടെ അങ്ങനെ നിന്നാടല്ലോ, നമുക്ക് ഇവിടെ നിന്നാണ്ട് പോകാൻ പറ്റുള്ളൂ. മറ്റേ പല ബുദ്ധിജീവികളെക്കാട്ടിലും എത്രയോ നല്ല. ഹക്കീം മുറാദിൻ്റെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ആ വിഷയത്തിൽ. അതായത് ഇങ്ങനെ വരണ്ട മനസ്സുള്ള ബുദ്ധിജീവിയേക്കാൾ നല്ലത് ആ ഇഷ്കിൽ ലയിച്ച മനസ്സുള്ള തനി നിഷ്കളങ്കനാണ്.
ഇജാക്കനാബുദ് പറഞ്ഞാലും അതിൽ പോയവനാണ്. അതാണ് ഭാഗ്യം. മറ്റവൻ്റെ ചിലപ്പം ഭയങ്കര ബുദ്ധിജീവിക്കാരൻ, ഭയങ്കര പല വാക്ക് പറയണ്ടാവും, പക്ഷെ ഇത് പോകാൻ പറ്റിയിട്ടുണ്ടാവും. നമുക്കത് നഷ്ടപ്പെടുകയാണ്. വഹാബിക്ക് ആ വഴി അറിയില്ല. വഹാബിക്കാണ്ട് പോകാനില്ലല്ലോ. അവന് ലോജിക്കിൻ്റെ വേൾഡിൽ നിന്ന് കൂലീൻ്റെ അപ്പുറം അതിനപ്പുറത്തൊരു സാധനം ഇല്ലല്ലോ. നമുക്ക് അതിനപ്പുറത്തൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഒരാൾ കച്ചറ കൂടിക്കോട്ടെ, നമുക്ക് ഇതിൻ്റെ ഒരു വേറെ രസമുള്ളൊരു സാധനം ഈ ജനങ്ങൾക്ക് കൊടുക്കാമല്ലേ. നമ്മൾ സമരം കിട്ടുന്നില്ലേ, അതിലങ്ങോട്ട് പോയിക്കൂടെ നമുക്ക്. അത് നമ്മളെ ലോകമല്ല എന്നുള്ള, നമ്മളെ മുഖ്യധാര പച്ചക്കുതിര അല്ല, നമ്മളെ മുഖ്യധാര തെളിച്ചമാണ്, കത്തുകാരയാണ്. അത് നമ്മളെ തീരുമാനിച്ചാണ്. അതാവും പ്രത്യേകിച്ച് എസ്കറ്റോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അതാണ്. അതുകൊണ്ടാണ് ഞാനത് അത്ര ആവർത്തിച്ച് പറഞ്ഞത്. എല്ലാ കാലഘട്ടത്തിലെ ജനങ്ങളോടും ആ കാലഘട്ടത്തിലുള്ള ഭൗതിക സംവാദങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിലുള്ള ഈ മുഖ്യധാരയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറഞ്ഞിട്ടില്ല. പല കാലഘട്ടത്തിലെ ജനങ്ങളോടും അവിടുത്തെ മുഖ്യധാരയിൽ നിന്നോടൊപ്പം നിൽക്കൽ തന്നെയാണ് അന്നത്തെ കാര്യം. പക്ഷെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആടുകളെയും കൊണ്ട് മലമക്കളിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ കാലമാണ് ഇത് എന്നാണ് കാലത്തെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കിയ പണ്ഡിതന്മാർ പറഞ്ഞത്. കാലത്തെക്കുറിച്ചുള്ളൊരു പഠന സാധനമുണ്ട്, അതായത് കോണ്ടെക്സ്റ്റിനെ പഠിക്കുക എന്നുള്ളത്. അപ്പൊ പിന്നെ ഈ കാലത്തിന്റെ ഫിലോസഫി അൺലൈക്ക്, അൺഫ്രണ്ട്, ഡു നോട്ട് റെക്കമെൻഡ്, അതാണ് ഈ കാലത്തിന്റെ ഫിലോസഫി. ഷെയ്ഖുദവി ഇതിലൊന്ന് കമന്റ് ചെയ്യും. മൂപ്പര് താത്വികമായിട്ടാണ് പറഞ്ഞത്. ഞാനിനി ഇതിനെ സാങ്കേതികമായിട്ട് ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കും. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു അങ്ങാടി മാത്രമല്ല, അത് നമുക്ക് ആവശ്യമുള്ള ഒരു പാക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ യാത്രാപ്രിയനായ ഒരാൾ കോഴിക്കോട് നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതും ഭക്ഷണപ്രിയനായ ഒരാൾ കോഴിക്കോട് നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതും രണ്ട് റിസൾട്ടാണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി. അതിന് ഫിൽറ്റർ ബബിൾ ഫിനോമിനൻ എന്നാണ് പറയാം സോഷ്യൽ മീഡിയ സാങ്കേതിക ഭാഷയിൽ. അങ്ങനെ ഒരു പുസ്തകം തന്നെയുണ്ട്, ദ ഫിൽറ്റർ ബബിൾ, വാട്ട് ദ ഇന്റർനെറ്റ് ഈസ് ഹൈഡിങ് ഫ്രം യു. അത് എഴുതിയത് എലൈ പാരിസർ എന്ന് പറഞ്ഞ ആൾ, അമേരിക്കയിലൊരു റൈറ്ററും ആക്ടിവിസ്റ്റും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റാണ്. അപ്പോൾ ഇവരുടെ അഭിപ്രായം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമല്ല. ഒരു വ്യക്തിയെ എന്താണ് ആകർഷിക്കുക, ആ വ്യക്തിയെ സ്ക്രീനിൻ്റെ മുമ്പിൽ അധിക സമയം എന്താണോ പിടിച്ചു നിർത്തുക, അതാണ് അയാൾക്ക് കൊടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വീഡിയോ, ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ഉണ്ടാവും, സ്ഥിരമായിട്ട് കാണുന്ന തുറക്കുന്ന ടൈപ്പ് ഓഫ് ലിങ്കുകൾ ഉണ്ടാവും, സ്ഥിരമായിട്ട് നമ്മൾ കമൻറ്റ് ചെയ്യുന്നതിൽ വരുന്ന കീവേഡ്സ് ഉണ്ടാവും, സ്ഥിരമായിട്ട് നമ്മൾ വായിക്കുന്ന പോസ്റ്റുകളിലെ കീവേഡ്സ് ഉണ്ടാവും. ഇതിനെ മുഴുവൻ അനലൈസ് ചെയ്തിട്ട് ആരെ കയ്യിലുണ്ടാവും? സുക്രാണ്ടൻ്റെ കയ്യിലും മാർക്ക് സക്കർബർഗിൻ്റെ കയ്യിലും ഗൂഗിളിൻ്റെ അടുത്തും യൂട്യൂബിൻ്റെ അടുത്തും ഫേസ്ബുക്കിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. അതൊരു സൈനബ് തുഫക്ചി എന്ന് പറഞ്ഞൊരു ടർക്കിഷ് വംശജയായ ഒരു സോഷ്യൽ മീഡിയ എത്തിസിസ്റ്റ്, അവർ പറയുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ജന്തുവിനെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു രൂപമാണ് AI. ഇനി അതിൻ്റെ യുഗമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഫിൽറ്റർ ബബിൾ ഫിനോമിനാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ നെഗറ്റീവ് പോസ്റ്റുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുസ്ലിങ്ങൾ, ആ ഒരു ഫീലിങ്ങിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഡിപ്രസ്ഡ് ആണ്. നമ്മൾ എന്തായാലും എന്തൊക്കെ പ്രശ്നങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഇതിനെക്കുറിച്ച് ജാരൻ ലാനിയർ എഴുതിയിട്ടുണ്ട്. ജാരൻ ലാനിയർ സോഷ്യൽ മീഡിയനെ കുറിച്ച് മാത്രം, ഇത് ഉസ്താമാർ പറയുന്ന കാര്യമല്ല. ജാരൻ ലാനിയർ സോഷ്യൽ മീഡിയ 10 reasons for deleting your social media accounts right now എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ജൗഹറൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു അപരിഷ്കൃത ബോധമൊക്കെ തോന്നിയില്ല, ഇയാളെന്താ അങ്ങനെയൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ കേട്ടോളൂ, ജാരൻ ലാനിയറാണ് പറയുന്നത്. അദ്ദേഹം ഇതിൽ ഇനിയിപ്പോൾ ഉസ്താമാർ പറഞ്ഞില്ല എന്ന് വേണ്ട, ഉസ്താമാർ തന്നെ പറയുന്നത്. അദ്ദേഹം പറയുന്നത് 10 reasons for deleting സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഉള്ള പുസ്തകം. ഇപ്പം തന്നെ നിങ്ങളെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, സോഷ്യൽ മീഡിയ നിങ്ങളുടെ ദുനിയാവിനെ, നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്കൊരു പ്രത്യേക ദുനിയാവിനെ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇല്യൂഷൻ ഓഫ് പോപ്പുലാരിറ്റി എന്നാണ് ഒരു പ്രശ്നം പറഞ്ഞു. നമ്മളൊരു 400 ലൈക്കോ കിട്ടുമ്പോൾ ഞാൻ അത്യാവശ്യം ഫേമസ് ആയല്ലോ എന്ന് അയാൾക്ക് തോന്നുന്ന പോലെ അയാൾക്ക് മാത്രമുള്ള ഒരു ദുനിയാവ് അയാൾക്ക് ഉണ്ടാവും. അതുപോലെ ട്വിസ്റ്റിംഗ് ദ ട്രൂത്ത് എന്നാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞ പ്രശ്നം. ട്രൂത്തിനെ ട്വിസ്റ്റ്, ഓരോരുത്തർക്കും ഓരോ ട്രൂത്തേക്കാരം. ഒരാൾ കോഴിക്കോട് നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ, നേരത്തെ പറഞ്ഞതല്ല, കോഴിക്കോടിനെ കുറിച്ച് അയാൾക്ക് വരുന്ന കുറച്ച് ലിങ്കുകളുണ്ട്. ആ ലിങ്കിൽ നിന്നും അയാൾ മനസ്സിലാക്കുന്ന ഒരു കോഴിക്കോട് ഉണ്ടാവും. അതിൽ അയാൾ യാത്രാപ്രിയനാണെങ്കിൽ ടൂറിസ്റ്റുകളെ കുറിച്ചൊക്കെ ഒരുപാട് ഉള്ളടക്കമുള്ളൊരു കോഴിക്കോടായിരിക്കും അയാളെ മനസ്സിൽ വരിക. മറ്റാളെ മനസ്സിൽ വേറൊരു സാധനമാണ് വരിക. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഘികളൊക്കെ ലക്ഷക്കണക്കിന് ശമ്പളം കൊടുത്തിട്ട് സംഘ് പരിവാർ ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പോഴത്തെ ആസാമിലെ ഒരാളെ പിടിച്ചിരുന്നല്ലോ, എത്രയോ 100 something വാട്സപ്പ് ഗ്രൂപ്പ് അയാൾ നിയന്ത്രിക്കുന്നുണ്ട്.
ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുക, വിടുക. വേറെ ഒരു പണി അയാൾക്കില്ല. അതിന് അയാൾ ശമ്പളം വാങ്ങുന്നു. ഒരു വിഭാഗം ആളുകളുടെ റിയാലിറ്റിയെ ഫോം ചെയ്യാനുള്ള പണി. അതാണിപ്പോൾ ജോസഫ് പുത്തൻപുരക്കൽ എന്ന് എന്ന് വിളിക്കപ്പെടുന്ന പിന്നെ കാപ്പിപ്പൊടി അച്ഛനും ഇവരൊക്കെ ചെയ്ത് ഇതിന് വിധേയരാകുക എന്നുള്ള സംഭവമാണ്. അപ്പം നമ്മുടെ ദുനിയാവിനെ ഒന്ന് ട്വിസ്റ്റിംഗ് ദ ട്രൂത്ത്, ഒന്ന് പോപ്പുലാരിറ്റി ഉണ്ട് എന്ന തോന്നൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇദ്ദേഹം തന്നെ എഴുതിയൊരു വേറൊരു പുസ്തകമുണ്ട്, ഹൗ ദ ന്യൂ പേഴ്സണലൈസ്ഡ് വെബ് ഈസ് ചേഞ്ചിങ് ദാറ്റ് വാട്ട് വി റീഡ് ആൻഡ് ഹൗ വി തിങ്ക്. നമ്മുടെ ചിന്താരീതിയെ പോലും സ്വാധീനിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയ ഇടപെടുന്നത് എങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് വളരെ സാങ്കേതികമാണ്. ലിയാഖത്തലി ആണെങ്കിലും ഇസ്ലാം വാളശ്ശേരി ആണെങ്കിലും വേറെ ആരാണെങ്കിലും മിക്ക ആളുകളെയും വിജയിപ്പിച്ചു കൊടുക്കുന്നത് സമുദായം തന്നെയാണ്. അത് നോക്കൂ, മറുപടി പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ഒരാളെ കയ്യിൽ കിട്ടിയാൽ ഓൻ അത് ഫാമിലി ഗ്രൂപ്പ് ഇടും. പിന്നെ ഓൻ്റെ ഒരു സർക്കിൾ ഉണ്ടാവും. ഇപ്പോൾ കോളേജ് ആണെങ്കിൽ കോളേജിൻ്റെ ഒരു സർക്കിൾ അതിക്കൊക്കെ ഇടും. അതിക്ക് ഇടുമ്പോൾ ലിങ്ക് സഹിതമാണ് പോവുക. അപ്പോൾ അതിലുള്ള ആളുകൾ അത് കണ്ടു നോക്കാൻ വേണ്ടി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറും. ആ ഗ്രൂപ്പിൽ നിന്ന് എത്ര ആൾ അതിൽ കയറും. അപ്പം വ്യൂസ് കൂടുതലല്ലേ. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇതൊക്കെ വിജയിപ്പിച്ചു കൊടുക്കുന്നത്. സോഷ്യൽ മീഡിയേൻ്റെ ആൽഗരിതം വർക്ക് ചെയ്യും. ഇപ്പോൾ ഈ പറയുന്ന ഞാനും ചിലപ്പോൾ നാളെ ഇമോഷണലായിട്ട് ചിലപ്പോൾ ഒരു പോസ്റ്റിന് ചിലപ്പോൾ മറ്റേ ദേഷ്യം വരുന്ന ഇമോജി ഇട്ടേക്കാം. അല്ല, മുൻകൂർ ജാമ്യം എടുക്കാം. നമ്മളൊക്കെ വികാര ജീവികളാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. അപ്പം നിങ്ങൾ ട്രിസ്റ്റൻ ഹാരിസ്, അതുപോലെ എലൈ പാരിസർ ഞാൻ ഇപ്പോൾ പറഞ്ഞു. ട്രിസ്റ്റൻ ഹാരിസ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് കാണാൻ പറ്റും. സൈനബ് തുഫക്ചി നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് അവരുടെ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും. സോഷ്യൽ മീഡിയ ഏറ്റവും വലിയ പ്രശ്നങ്ങളെ കുറിച്ച് പറയും. ജാരൻ ലാനിയറിൻ്റെ പുസ്തകം 100-200 പേജുള്ളൂ. നിങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്, ഇംഗ്ലീഷിലുള്ളതാണ്. പറ്റുമെങ്കിൽ ആരെങ്കിലും നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്ന് കരുതിയിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ ടി വി ഒക്കെ കുറിച്ചൊക്കെ പണ്ടേ നമ്മളെ മൂല്യമാരെ വേദാണ് ഷെയ്ത്താൻ പെട്ടിന്നാണ്. ടി വി ഒക്കെ കുറിച്ച് 2012 തന്നെ 1989 അമേരിക്കയിൽ നിന്ന് ഇറങ്ങിയ പുസ്തകമുണ്ട് ഇതേപോലെ. ഫോർ ആർഗ്യുമെന്റ്സ് ഫോർ ദ എലിമിനേഷൻ ഓഫ് ടെലിവിഷനോ അങ്ങനെന്തോ ജെറി മാൻഡർ എന്നാണ് എഴുതിയാളെ പേര്. നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ മൂല്യമാർ പറയുന്ന ഒരു കണ്ടന്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇതിനൊക്കെ സോഷ്യൽ റിയാലിറ്റി ആയിട്ട് ഇതിനെ മനസ്സിലാക്കുകയും ഇതിൻ്റെ പ്രശ്നങ്ങൾ വിലയിരുത്തുകയും റിസർച്ച് ബേസ് ചെയ്തിട്ട് ഇതിനെ പ്രശ്നവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു ലോകം ഉണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ആൽഗരിതം വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിലിപ്പോൾ നേരത്തെ ഹുദൈസ്താദ് ചോദിച്ചുള്ളത് കുട്ടികൾക്ക് നമ്മൾ എങ്ങനെയാണ് ഇതിൽ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മുമ്പൊക്കെ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു, അന്നം തന്നവനാരാണ്, അവനാണ് അല്ലാഹു, ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില പാഠങ്ങളൊക്കെ നമുക്ക് ചെയ്തു തുടങ്ങാം. അതിൽ ഇപ്പോൾ ടെക്നോളജിയാണ് ഇപ്പോഴത്തെ വീക്ക്നെസ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ടെക്നോളജി മിഷൻ നമുക്കൊരു പ്ലാൻ വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്ലാമിക് ടെക്നോളജി മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അവർ 233 രാജ്യങ്ങളിൽ 11 മില്യൺ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ ഇബാദ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസവും ഒരു ഖുർആൻ ആയത്ത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇബാദിൻ്റെ കീഴിൽ തന്നെ അത് ഡെവലപ്പ് ചെയ്യപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിസ്കാര സമയം കാണിച്ചു കൊടുക്കുന്നു. നിസ്കാര സമയമായി കഴിഞ്ഞാൽ ഹയ്യ അല സ്വലാ എന്ന് പറയുന്നു. ദിനേന മലയാള വേർഷനിൽ നമുക്കതിൽ പിന്നെ ആയത്തുകൾ ഓരോ കാര്യങ്ങൾ ആവശ്യമായ രീതിയിൽ കുട്ടികൾക്കുള്ളത് വരുന്നു. ഇപ്പോൾ ഈ സാജി ഉസ്താദൊക്കെ കുട്ടികൾക്ക് റസൂലുള്ളാഹിന്റെ കഥ പറഞ്ഞു കൊടുത്താൽ എന്ത് രസം ഉണ്ടാവും എന്നറിയാം. അപ്പോൾ ഇബാദിന്റെ കീഴിൽ തന്നെ അങ്ങനെയുള്ള ചില ഇനിഷ്യേറ്റീവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഏറ്റെടുക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള ചില പരിഹാരങ്ങളും കൂടി വേണമല്ലോ നമ്മൾ പറയാം. VAK എന്ന് പറഞ്ഞുകൊണ്ട് 10 റീസൺസ് എന്നാണ് ഞാൻ പറഞ്ഞത്, 10 ആർഗ്യുമെന്റ്സ് എന്നാണ്. VAK വിഷ്വൽ ഓഡിറ്ററി കിനസ്തറ്റിക്, ഈ 3 ഏരിയയിലാണ് പുതിയ കാലത്ത് മക്കൾ, നമ്മളൊക്കെ അതിൻ്റെ ഭാഗമായിരിക്കും. പുതിയ കാലത്തെ കുട്ടികളും സ്വാഭാവികമായിട്ട് ഇതിൽ വിഷ്വൽ കപ്പാസിറ്റി കൂടുതലുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ പാരൻസൊക്കെ പൊതുവിൽ നമ്മൾ സോഷ്യൽ മീഡിയ വേണ്ട എന്നൊക്കെ പറഞ്ഞാലും വിഷ്വലിനോട് താല്പര്യമുള്ള വലിയൊരു സമൂഹം അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് നമ്മുടെ അടുത്ത് കൊടുക്കാനുള്ള വിഭവങ്ങൾ വേണം. ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനെക്കുറിച്ചാണ് ഇനി ചിന്തിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ അത്തരം ഈ ഏരിയയിലൊക്കെ ചില ആളുകൾ ഓഡിറ്ററി ആയിരിക്കും, അവർക്ക് കേട്ടാൽ മതിയാവും. പക്ഷെ ചില ആളുകൾക്ക് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. അത്തരത്തിൽ കൊടുക്കാവുന്ന ഒരുപാട് പ്രൊഡക്റ്റീവായ സാധനങ്ങളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. ഈ പുസ്തകം അല്ല, ഈ ഇബാദ് ചെയ്യുമ്പോൾ അത് പിന്നെ അതിൽ കച്ചവട താല്പര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്യാൻ ഇബാദിനെ കഴിയുള്ളൂ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദ്ദേശം.
വേറെ പല ആളുകൾ ഇത് മാർക്കറ്റ് ബേസ് ചെയ്തിട്ട് നല്ലൊരു സാധ്യതയാണല്ലോ പരസ്യങ്ങളും മറ്റൊക്കെ ആയിട്ടുള്ള. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അങ്ങനത്തെ ഒരു നീയത്തോട് ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ടാവില്ല. ഇപ്പം അതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മറ്റു താല്പര്യങ്ങൾ ഇല്ലാതെ നടപ്പിലാവും. അത് ഒരു വലിയ റിസൾട്ട് ഉണ്ടാക്കും. അത് ഇപ്പൊ ഈ പുസ്തകം പറഞ്ഞല്ലോ, കുട്ടികൾ വിഷ്വലായിട്ട് കാണാനോ അപ്പൊ ചിലപ്പോൾ പുസ്തകങ്ങൾ പണ്ട് വർക്കൗട്ട് ആയി കൊള്ളണമെന്നില്ല. അവിടെ പറയപ്പെട്ട പുസ്തകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കുറെ ഡോക്യുമെന്ററികളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം ഇറങ്ങി മറ്റേ സോഷ്യൽ ഡിലമൊക്കെ പോലത്തെ കുറെ സംഭവങ്ങൾ. അപ്പൊ അതൊക്കെ മുന്നോട്ട് വെക്കുന്ന അതിന്റെ ഒരു കണ്ടന്റ് കുട്ടികളുടെ ഇടയിലൊക്കെ എത്തിയാലേ സോഷ്യൽ ഡിലമ എന്നൊക്കെ പറഞ്ഞാൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല രസമുള്ളൊരു ഡോക്യുമെന്ററി കൂടിയാണ്. അതിലൊക്കെ വളരെ ഉഷാറായിട്ട് അവർ സമർത്ഥിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു ഇമേജ് നമ്മൾ എത്ര സെക്കൻഡ് നോക്കി നിൽക്കുന്നു എന്ന് പോലും മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ആ പോസ്റ്റ് അല്ലെങ്കിൽ ആ ഫോട്ടോ അയാൾ എത്ര സെക്കൻഡ് നോക്കി നിന്നു അതുപോലും അവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇതാണ് ചില ഒരുപാട് അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതിൽ നിന്നൊക്കെ രാജിവെച്ച് പോകുന്ന ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നതിൽ ചില മോറൽ ഇഷ്യൂസ് ഉണ്ട്. സിലിക്കൺ വാലിയിൽ നിന്ന് ഒരു 10,000-5,000 ചെറുപ്പക്കാർ ഇരുന്നിട്ട് ലോകത്തെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ ഐഡിയകൾ എന്താവണമെന്ന് നിശ്ചയിക്കുന്നിടത്ത് ചില മോറൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പോലത്തെ കുറെ സംഭവങ്ങളിൽ നിന്ന് രാജിവെച്ച് പോയ ആളുകളുടെ അനുഭവങ്ങൾ കൂടി അതിൽ കമന്ററി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ട്. അതൊക്കെ നമ്മൾ കുട്ടികളിലേക്ക് അങ്ങനെ എത്തിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടാകും എനിക്ക് തോന്നുന്നു. കാരണം അത് കേട്ടിട്ട് ഒരാളിനോട് പറയും ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ ഡിലീറ്റ് ആക്കിയില്ല. കാരണം അതിൽ കുറെ ഡയലോഗ്സ് അതിന്റെ ഇടയിൽ കാണിക്കുന്നുണ്ട്. ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ എ പ്രൊഡക്റ്റ് യു ആർ ദി പ്രൊഡക്റ്റ് എന്ന് പറയുന്നുണ്ട്. ഫേസ്ബുക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പൈസ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊരു സാധനം വാങ്ങുമ്പോൾ പിന്നെ പൈസ കൊടുക്കുന്നില്ല, അതിനർത്ഥം നിങ്ങളാണോ പ്രൊഡക്റ്റ് എന്നാണ്. നമ്മൾ പ്രൊഡക്റ്റ് ആക്കപ്പെടുകയാണെന്നുള്ള തോന്നലുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് അങ്ങനത്തെ കുറെ സംഭവങ്ങൾ കൂടി ഉണ്ട്. അതൊക്കെ കുട്ടികളുടെ ഇടയിലൊക്കെ ഇതാവുകയാണെങ്കിൽ കുറെ കൂടി പുസ്തക വായനകളെക്കാൾ കൂടുതൽ കുട്ടികൾക്ക് താല്പര്യം അങ്ങനത്തെ ഡോക്യുമെന്ററി ആവും തോന്നുന്നുണ്ട്. എന്നാലും മറ്റ് കമന്റുകൾ നമ്മുടെ ഈ ശ്രോതാക്കളുടെ ഭാഗത്ത് കുറച്ച് കൂടുതലായിട്ട് വരേണ്ടത് ഉണ്ടായിരുന്നു. നമ്മുടെ പരിപാടിയുടെ ഒരു വിജയം കൂടിയാണല്ലോ. അസ്സലാമു അലൈക്കും. നേരത്തെ ഇവിടെ പറഞ്ഞു സ്ത്രീകൾ അവരെ തന്നെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങളുണ്ട്. നമ്മുടെ മതത്തിലെ സ്ത്രീകൾ തന്നെ 1800-കളിലാണെന്നിട്ട് പറഞ്ഞു തോന്നുന്നത്. നമ്മുടെ മലയാളത്തിൽ അത്തരം പുസ്തകങ്ങളുണ്ടോ? നമ്മുടെ മതത്തിൽപ്പെട്ട സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങളുണ്ടോ? എനിക്കറിയില്ല. ഇല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ നമുക്കൊന്ന് ഇറക്കിക്കൂടെ അങ്ങനത്തെ പുസ്തകങ്ങൾ? സ്ത്രീകളുടെ 1950-കൾക്ക് ശേഷം, അത് ഞാൻ ഈ അറബി മലയാളത്തിൻ്റെ പരിസരത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു സാധ്യതകൾ കാണാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങോട്ട് മലയാളത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആയതിന് ശേഷം സീരിയസ് ആയിട്ടുള്ള വർക്കുകൾ സ്ത്രീകളെ കുറിച്ചിട്ട് വേണ്ടതുപോലെ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. നേരത്തെ പറഞ്ഞതുപോലെ പല പ്രഭാഷണങ്ങളുടെയും പോലെ ഒരു പൊതുസാധനങ്ങൾ ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അവരുടെ അധികാരം, അവകാശം, ഇതിനൊക്കെ വളരെ കൃത്യമായിട്ട് നിർണ്ണയിക്കുന്ന തരത്തിൽ പഠനങ്ങൾ പറ്റ കുറവായിരിക്കും. തീർച്ചയായിട്ടും ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് വരേണ്ടതും സ്ത്രീകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങളും ഒരു ഇസ്ലാമികമായ പരിസരത്തിൽ നിന്ന് കൃത്യമായി നിർണ്ണയിക്കുന്ന പഠനങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വരേണ്ടത്. സ്ത്രീകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന നല്ലൊരു ഒരു ഏരിയക്ക് തന്നെ ഇപ്പം ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ നമുക്ക് തന്നെ നമ്മളിലുള്ള ഒരു കോംപ്ലക്സ് കൊണ്ടോ അല്ല ആ ഏരിയയിൽ നമ്മൾ ശക്തമായ പഠനങ്ങൾ നടത്താത്തത് കൊണ്ടോ വളരെ കുറവാണ്. ഇപ്പോൾ അൽ മുഹദ്ദിസാത്ത് എന്ന് പറഞ്ഞ ഒരു പുസ്തകം ബുക്ക് പ്ലസ് വിവർത്തനം ചെയ്തു വരുന്നുണ്ട്. ഈ ഒരു അക്രം നദ്വിയുടെ ഒരു പുസ്തകം, ഒരു ഹദീസുകളുടെ 30-40 വോള്യം ഹദീസുകളിൽ റിവായത്ത് ചെയ്ത സ്ത്രീകളുടെ അതിൽ പരാമർശിക്കപ്പെട്ട അവരെല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 40ഓളം വോള്യം വരുന്ന ഒരു പഠനം പുറത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ഒരു ആമുഖമുണ്ട്. വളരെ മനോഹരമായിട്ട് ഹദീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം സ്ത്രീകൾ എത്രമാത്രം ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട് എന്ന് നിർണ്ണയിക്കുന്ന ഒരു പുസ്തകമാണ്. ചെറിയ പുസ്തകം, ഒരു 200 പേജ് വരുന്ന പുസ്തകം. പക്ഷെ അത് വായിച്ചാൽ ഇത്രമാത്രം സജീവമായിട്ട് ഒരു കാലത്ത് സ്ത്രീകൾ ഈ നോളജുമായിട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്നും, നമ്മൾ ഇമാം സുയ്യൂത്തിനെ കുറിച്ച് പറയുമ്പോൾ 150ഓളം സ്ത്രീ അധ്യാപികമാരുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു ഫാക്റ്റുകൾ ഉണ്ടല്ലോ. പക്ഷെ അത്തരം ഫാക്റ്റുകൾ തന്നെ നമ്മൾ പുറത്തു കൊണ്ടുവന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ വലിയൊരു കോൺഫിഡൻസ് കൂടും. അത് തന്നെ വസ്തുതകളും. പക്ഷെ എന്തുകൊണ്ടോ ഒരു ഡിസ്കണക്ഷൻ വന്നു പോയിട്ടുണ്ട്. ട്രാൻസ്ലേറ്റഡ് വർക്കുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മളെ ഗ്യാദർ ബുള്ളറ്റിന്റെ വർക്കുകൾ പോലെ സ്ത്രീകൾ സ്വന്തം അനുഭവങ്ങൾ പറയുന്നത് കുറെ കൂടി യൂറോപ്യൻ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് പുതിയ സ്ത്രീകളുടെ
ഖാദറും പുള്ളോക്ക് പോലെയൊക്കെയുള്ള ആളുകളുടെ വർക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇസ്ലാമികമായ ആ ഒരു കാലത്തെ നോളേജിൻ്റെ പരിസരത്തെ നിർണ്ണയിച്ചിട്ടുള്ള പഠനങ്ങൾ ഷക്രം സാഹിബിൻ്റെ ആ നദിയുടെ പുസ്തകമൊക്കെ വലിയൊരു സാധ്യതയാണ്. അതേപോലെ ഓരോ നോളേജിൻ്റെ മേഖലയിലും പുറത്തു വരാത്ത സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് പോവാണ്. ഏതായിരുന്നാലും രാവിലെ മുതൽ ഇതുവരെ വളരെ സജീവമായിട്ട് നമുക്കൊരുപാട് പേഴ്സ്പെക്റ്റീവ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ടോക്കുകളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ഫീല് ഈ ഒരു സിറ്റിങ്ങിലൂടെ നമുക്ക് കിട്ടി. അതിലപ്പുറം നമുക്ക് ഒരുപാട് കാഴ്ചപ്പാടുകൾ കിട്ടി. നമ്മുടെ വായനകൾ, നമ്മുടെ അന്വേഷണങ്ങൾ, സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ ഏതർത്ഥത്തിൽ നമ്മൾ ഭാവിയിൽ കൊണ്ടുപോകണം, അതിനെങ്ങനെ ഒരു ക്രിയേറ്റീവായിട്ട് നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള നല്ല ഒരുപാട് കാഴ്ചപ്പാടുകൾ നമുക്ക് കിട്ടി. നാം സമ്പാദിക്കാനുള്ള കേവലം ഒരു പ്രൊഡക്റ്റായി നമ്മൾ മാറരുത് എന്നുള്ള വലിയൊരു തിരുത്ത് നമുക്ക് കിട്ടി. അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു സിറ്റിങ്ങിലൂടെ നമ്മളുടെ ക്രിയേറ്റിവിറ്റിയെ നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ നവമാധ്യമങ്ങൾ, അതിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് അതിനപ്പുറത്തേക്ക് ചിന്തിച്ച് ഒരുപാട് നല്ല ക്രിയേറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അതല്ലാതെ നമ്മൾ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് മുമ്പിൽ കേവലം ഒരു പ്രൊഡക്റ്റായിട്ട് മാറുകയും ചെയ്യും, മറ്റുള്ളവർക്ക് സമ്പാദിക്കാനുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് മാറുകയും ചെയ്യും. ഇപ്പോൾ ഏതായിരുന്നാലും നേരത്തെ ജാഫർ ഇവരിവിടെ സൂചിപ്പിച്ചു, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരു അങ്ങാടിയായിട്ട് സോഷ്യൽ മീഡിയ തലം മാറുമ്പോൾ ഓരോ ദിവസവും പുതിയ ഇഷ്യൂകൾ നമ്മളുടെ ഡിസ്കഷന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമുക്ക് ഒരാളെ സ്ലൈഡ് ഉണ്ടാക്കാൻ ഇരുത്തിയാൽ പോലും അയാൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റാത്തത്ര നമ്മൾ ഇന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക് പുതിയൊരു ഇഷ്യൂ എന്തെങ്കിലും ഒരു മുസ്ലിം മേഖലയിൽ ഡിസ്കസ് ചെയ്യുന്ന നമ്മെ പ്രതിരോധത്തിലാക്കുന്ന തലക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നമ്മളുടെ ക്രിയേറ്റിവിറ്റി മൊത്തം ഇതിൽ കേവലം പ്രതികരിക്കുന്നതിൽ അങ്ങ് ചുരുങ്ങിപ്പോകുന്നു. അതിനെ ബൗദ്ധികമായിട്ട് പ്രതികരിക്കുന്നതിൽ എത്രമാത്രം നമുക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു 2-3 ദിവസം ഇവിടുത്തെ ചാനൽ ചർച്ചകളിൽ പലരും പല നിലക്ക് അതിനെ വ്യാഖ്യാനിക്കും, അതിനപ്പുറം കിടക്കും. പക്ഷെ വിഷയം അപ്പോഴും അവിടെ ഒരു അൺബ്രിഡ്ജഡ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. ഒരുപാട് ആളുകളുടെ മനസ്സിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഇപ്പോഴും കിട്ടിയിട്ടുണ്ടാവില്ല ഓരോ വിഷയത്തിലും. അതങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ എല്ലാറ്റിൻ്റെയും ഒരു ബേസായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് നിബിതങ്ങൾ പറഞ്ഞ ഒരു അവസാന ഒരു ഘട്ടത്തിൻ്റെ ഒരു എല്ലാവരും കൊത്തിവലിക്കുന്ന ഒരു തലത്തിൽ ഇസ്ലാമോഫോബിയ ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് യൂറോപ്യൻ പേരുകളുണ്ടാകാം, അതിൻ്റെ ഹിസ്റ്ററി വളരെ ആഴത്തിലുള്ളതാണ്. അതിനൊരു ഇന്ത്യൻ വെർഷൻ ഉണ്ടാകും, ഒരു കേരള വെർഷൻ ഉണ്ടാകും. എപ്പോഴും ഒരു സ്ത്രീ വിഷയം പറയുകയാണെങ്കിലും ഏത് വിഷയം പറയുകയാണെങ്കിലും ഒരു അൺസിവിലൈസ്ഡ് ആയിട്ട് മുസ്ലിങ്ങളെ നിരന്തരം അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഒരു താലിബാൻ ഇഷ്യൂ വരുമ്പോഴേക്കും എല്ലാവരും ഒരു താലിബാനിസ്റ്റുകളായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒരു പ്രതിരോധത്തിലാവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിന് കേവലം അന്നത്തെ മറുപടികൾ മാത്രം പറഞ്ഞു പോവുകയാണെങ്കിൽ ഇത് എവിടെയും എത്തൂല. നമ്മളെന്നും ഉത്തരം പറയേണ്ടവർ മാത്രമായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു എല്ലാ വിഷയത്തിലും. ഇത്തരം വിശ്വാസപരമായിട്ട് വിഷയത്തിലാണെങ്കിലും ചരിത്രപരമായ വിഷയത്തിലാണെങ്കിലും എല്ലാം. നവനാസ്തികമായിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുമ്പോഴും അതിനെത്രമാത്രം നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു വിഷയം തന്നെ. പക്ഷെ എന്നിരുന്നാലും ഇന്ന് ഒരുപാട് ചെറുപ്പക്കാർ വളരെ ആവേശത്തോടെ മേഖലയിലേക്ക് വന്നപ്പോൾ ഒരു 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 2 വർഷം മുമ്പുള്ളതിനേക്കാളും നല്ലൊരു ബറ്റാലിയൻ, ഒരു ടീം ഇവിടുത്തെ മുസ്ലിം പക്ഷത്തിൽ നിന്നും ഇതിനോട് പ്രതികരിക്കുന്ന തലത്തിൽ ഉയർന്നു വന്നിട്ടെന്നുള്ള ഭയങ്കര സന്തോഷം നൽകുന്നതാണ് അല്ലേ. ഇവിടുത്തെ സംഘടന ഇതുകൾക്ക് അതീതമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു നല്ല ടീം വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആയിട്ടുള്ള ഒരു കുത്തനെയുള്ളൊരു വളർച്ചയിൽ എന്തു പറഞ്ഞാലും എല്ലാവരും ഞെട്ടിപ്പോകും എന്നുള്ള ആ ഒരു പരിസരത്തിൽ നിന്ന് മാറ്റങ്ങൾ വന്നു. കൃത്യമായിട്ട് ഇതിനെയൊക്കെ ഓരോ വിഷയവും എടുത്തിട്ട് ഇപ്പോൾ ഫാരിസിൻ്റെ പുസ്തകം തന്നെ ഈ മേഖലയിലെ നല്ലൊരു ഒരു മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്.
അവർ ഉപയോഗിക്കുന്ന അതേ ടൂൾ എടുത്ത് ഉപയോഗിച്ചിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടീം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ടീമിനോടൊപ്പം നമുക്ക് എങ്ങനെ ചേർന്ന് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇസ്ലാമോഫോബിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ മേഖലയിലും ചർച്ചകളും സാധനങ്ങളും വന്നുകൊണ്ടേയിരിക്കും. നാളെ ഇറങ്ങുമ്പോഴേക്ക് പുതിയ വിഷയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ആ വിഷയത്തെ മാത്രം ശരിപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് ഇത്തരം വരുന്ന സാധ്യതകളുടെ മുനിയൊടിക്കുന്ന തരത്തിലുള്ള നല്ല ബൗദ്ധികമായ ഇടപെടലുകൾ, അതിനനുസരിച്ചുള്ള വ്യവഹാരങ്ങൾ, ചർച്ചകൾ ഒരു ബാങ്ക് നമ്മളുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അൽഹംദുലില്ലാഹ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വളരെ സജീവമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. വളരെ ആഴത്തുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇൻ്റർനാഷണൽ തലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആഴത്തുള്ള പഠനങ്ങളെ ഇന്ന് ആളുകൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ആളുകൾ പോലും, മറ്റു സംഘടനകളുടെ ആളുകൾ പോലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷനിൽ ജൗഹറിനെ പോലെയുള്ള ആളുകളെയാണ് പലപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നത് പോലും. അല്ലെങ്കിൽ അവരുടെ ഫെമിനിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ കാഴ്ചപ്പാടുകളെ അവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു തലത്തിലേക്ക് സാഹചര്യങ്ങൾ വരുന്നു. ഇതൊന്നും നമ്മളുടെ മഹത്വം പറയുക എന്നുള്ള നിലക്കല്ല, പക്ഷെ നമ്മളിൽ നിന്ന് വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന ഇതുപോലെയുള്ള ഇപ്പോൾ മുജ്തബ ഉസ്താദാണെങ്കിലും റഷീദ് ഉസ്താദാണെങ്കിലും ഒക്കെ ഈ മേഖലയിൽ, അജ്നാസ് ഉസ്താദിന്റെ സംസാരമൊക്കെ നമ്മൾ കേട്ടു, ഈ മേഖലയിൽ വളരെ ആഴത്തിൽ നമ്മൾ കേവലം എന്നും ഇടയ്ക്കിടയ്ക്ക് ഒരു മീറ്റിംഗ് കൂടി പിരിയുന്നതിലപ്പുറത്ത്